അടിയില് ഞാൻ നടക്കാ ചങ്ങായി വരാൻ ഗൂഗിൾ പേ തൊപ്പി 1 ചലഞ്ച് എന്ത് കട്ടായി ഒരു മിനിറ്റ് റീലോഡ് ആക്കണം. അത് കട്ടായി. ആ ഇത് സൂപ്പർ ചാറ്റ് കട്ടായി. സർവർ ഒന്നും കൂടി ഇതാകട്ടെ. പോലീസാ പോലീസ് നമുക്ക് ആ പിള്ളേരെ പരം പോവാ. പിള്ളേരെ തന്നെ വിളിച്ചു പിള്ളേരെ പരം പോവാ. പാക്കുന്ന വരുന്നില്ല. പാക്കുന്ന വരുന്നുണ്ടോ? ഇല്ല. നമുക്കറിയില്ല എങ്ങനെ പോവാ. നമുക്ക് ചായ പിടിച്ചാലോ ഷോപ്പുണ്ടോ? നല്ല തട്ടുകടാ. തട്ടുകട ഉണ്ട്. ചായ പിടിക്കോ? അവരിപ്പോ ഇതല്ലേ കുറച്ച് വെള്ളം തരോ? ഭയങ്കര ഓടി ക്ഷീണിച്ച്. എന്താ പേര് ചേച്ചിന്റെ? എന്താ പേര്? ഗൗരിയാ. ഫുഡ് കഴിച്ചാ? വെക്കുന്ന നിങ്ങളാരും രണ്ടാളാ പണിക്ക് പോയതാ? എടുത്തോ. ഞാൻ ഇപ്പൊ വരാ. എത്രയാ? അത് പോരാ, കുറച്ച് 100 അവിടെ കുറച്ച് പൈസ കൊടുക്കാനാ. പ്ലീസ് കൊടുക്കാനാ. എടാ പൈസ വരുമ്പോ നീ എന്തല്ലോ കളിക്കലതാ. ഉള്ളതാ തിരിച്ച് നാട്ടിലെത്താൻ പൈസ ഇല്ലേ? എടാ കുഴപ്പമില്ല, നീ ഇതാ ഉള്ളതാ. 500 നീ തന്നെ. നീ വന്ന 500. എന്താ പേര്? പോയിക്കോട്ടെ. അവള് പേടിച്ചു. കാവ്യ വാ. തിന്നാൻ കൊടുത്താ? എന്നാ പോന്നേ. അങ്ങോട്ടാ. അവിടെ പറയുന്ന പോലെ അമ്മ എന്തിനാ ഇവിടെ വന്നേ? ഇവിടെ നമ്മ പെപ്പനെ കാണാലോ. എന്നിട്ട് പെപ്പ കൊടുത്ത് നായ പോലത്തോന്. ഇവിടെ കാര്യം പറയാലോ. എടാ ആള് വിളിച്ചിട്ട് പോയാ പോരെ? ആ ഇന്റർവ്യൂ കഴിയാൻ കുറച്ച് സമയം എടുക്കാം. ആള് വിളിച്ചിട്ട് പോയാ പോരെ? അങ്ങോട്ട് എടുക്കാം. ഇവിടെ ലേറ്റ് ഇല്ല. വിളിക്കുന്നു.
ഹലോ ബ്രോ. അല്ല മുകളിലേക്ക് എനിക്ക് അങ്ങനെ കേറാൻ പറ്റൂല. ആ വെയിറ്റ് ചെയ്യാം. പിന്നെ അവിടെ പെപ്പ അല്ലാണ്ട് വേറെ ആരെല്ലാം ഉള്ളത്? അതെന്താ സിനിമന്റെ പ്രൊമോഷൻ അങ്ങനെ എന്തെങ്കിലും? ആ വേറെ ആരെല്ലാം ഉള്ള ആടാ? ആ കുഞ്ചാക്കോപ്പനാ? അവർ രണ്ടാളേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെ റിസപ്ഷനിൽ മറ്റവിടെ പറഞ്ഞു കഴിഞ്ഞാൽ 15 ഇത് ചെയ്യാൻ പറ്റും. അവിടേക്ക് വന്നാൽ മതി. ഞാൻ ലിഫ്റ്റിന്റെ അവിടെ തന്നെ. അല്ല എനിക്ക് ഉള്ളിലേക്ക് പോയാൽ എന്റെ നെറ്റ് പോവാ. ആണോ? ഓക്കെ. എന്നാ ഞാൻ കഴിയുമ്പോ വിളിക്കുക. ഓക്കെ ഞാൻ അവിടെ പുറത്തന്നെ ഉണ്ട്. ഓക്കെ 10 മിനിറ്റ് കൂടി, ഇന്റർവ്യൂ കഴിഞ്ഞിട്ടില്ല. 10 മിനിറ്റും കൂടി എന്ന് പറയുന്നു. ഓ ഒരു ചാവേറിന്റെ പ്രൊമോഷൻ വന്നേടാ, മനസ്സിലായോ? ചായ കുടിച്ചാലോ? What do you say brother? ചായ കുടിക്കാൻ അങ്ങോട്ട് കേറി ഇല്ല ആടത്തി നടക്കുന്ന തട്ടേടാൻ വിചാരിച്ചിട്ട് പോയതാടാ. അങ്ങോട്ടേക്ക് കിടക്കാം എന്തായാലും. എന്നാൽ 10 മിനിറ്റ് മേലെ എടുക്കും. എടാ ഏത് സ്വാഗടാ. നമ്മളെ കൊളേ പോണാക്കണ്ട. ഇപ്പൊ ഇവിടത്തേക്ക് തിരക്ക് എന്ന് പറഞ്ഞ എവിടെ പോകുന്ന ഞങ്ങളൊരു വർക്കിന്റെ ഇടയ്ക്കിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്കാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നിങ്ങള് അഡ്വൈസർ ആയിട്ടല്ലേ വർക്ക് ചെയ്യല്ലേ? ഇതെന്താ പ്രൊജക്ട്? എന്താ നമ്മൾ കുറച്ചധികം ട്രാക്കുകൾ ചെയ്തോണ്ടിരിക്കുകയാണ്. മറ്റേ ഇത് സീനട്ടാ. ഏത് അയ്യോ അടാ ഏത് സീൻ ട്രാക്ക് കാര്യമിട്ടല്ലേ? അത് പ്രതീക്ഷിച്ചില്ല. ലാസ്റ്റ് നിങ്ങളെ വേഴ്സ് സീനോ ഞങ്ങള് കളിക്കുന്ന ലോക്കോ യൂട്യൂബല്ല ലോക്കോ. പുതിയ പാട്ട് ഉടനെ അടുത്തേതാ? ഇനിയിപ്പോ നമ്മള് ആറിലായിട്ട് കൊളാബുണ്ടോ? കൊളാബുണ്ട്. ഒരു വമ്പൻ കൊളാബ് വരുന്നുണ്ട്. സർപ്രൈസ് പൊളിക്കുന്നില്ല, ഒരു വമ്പൻ കൊളാബ് വരുന്നുണ്ട്. അത്ര അറിഞ്ഞാൽ മതി. നമുക്ക് ഇപ്പൊ നമ്മളെ കറന്റ്ലി ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാം ഉണ്ട്. ഒരു മെയിൻ ആളുണ്ട്. എന്തായാലും പറയുന്നില്ല, സീക്രട്ടാ. മെയിൻ ആളാ? ഓ ഷൂട്ടപ്പാ 10-ാം തീയതി ആയിരിക്കും. 10-ാം തീയതിയാണ് നിലവിൽ, അടുത്ത മാസം 10-ാം തീയതിയാണ് നിലവിൽ പ്ലാൻ ചെയ്തേക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. October 10. കൊച്ചി തന്നെ. അടുത്ത ആഴ്ച ഇങ്ങോട്ട് അല്ല, അപ്പൊ ഇങ്ങോട്ട് പിന്നെയും വരേണ്ടി വരുമല്ലേ? ഇപ്പൊ തന്നെ ഷൂട്ട് ചെയ്ത് പോയാലോ? അത് കുറച്ചധികം പ്ലാൻ ചെയ്യാനുണ്ട്. അത്യാവശ്യം കുറച്ച് ബിഗ് സ്കെയിലിൽ എടുക്കുന്നത്. വിഷ്ണുനാഥിന്റെ പേര് എഴുതുന്ന ലിറിക്സ് അങ്ങനെ നിന്നെ കാലവാരിതല്ല തടിക്കുക. നമ്മൾ ലാസ്റ്റ് മീറ്റ് ചെയ്ത് ഇതാണ് എന്റെ വൈദ്യല് നമ്മൾ ലാസ്റ്റ് മൈൻഡ് ചെയ്തപ്പോൾ കാർ ലൈസൻസ് എടുക്കാനാണ്. കാർ ഓടിക്കാൻ അറിയില്ലടാ. കാർ ഓടിക്കാൻ അറിയോ? കാർ ഓടിക്കാൻ അറിയില്ല. എനക്ക് നമ്മളന്ന് മീറ്റ് ചെയ്തപ്പോ എന്റെ പേര് വിഷ്ണു, ഞാൻ കുടുംബജീവിതം ആഗ്രഹിക്കുന്നല്ലോ പറഞ്ഞു വന്ന് അങ്ങനെ പറഞ്ഞു സംസാരിച്ചല്ലേ. ഇറക്കുന്ന ലിറിക്സ് ഇന്ന് കാണിക്കണ്ട, ക്യാമറ കാണിക്കണ്ട. ഇവിടെ ക്യാമറയിൽ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലായി കാണുമല്ലോ എന്താണ് അവസ്ഥ. കണ്ടോണ്ടിരിക്കുകയാണ്, പൊക്കോണ്ടിരിക്കുകയാണ്. 3 മണിക്കൂറായി. പുതിയ സാധനം അല്ലേ? ഏടൻ ഡ്രോസ് ഒക്കെ ഇതിനകത്ത് പേരെങ്ങനെയായിരുന്നു? എന്താണ് ഇപ്പൊ നിങ്ങൾ പരിപാടികളൊക്കെ കൊച്ചിയില് എന്തൊക്കെ പ്ലാൻ?
പ്രത്യേകിച്ച് ഞാൻ സത്യം പറഞ്ഞ ഇറങ്ങുമ്പോ ഒരു പ്ലാനും ഉണ്ടായില്ല. ISL കാണണമെന്നുണ്ടായിരുന്നു, പ്ലാനും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ഫുൾ പണി കിട്ടിയിട്ടുള്ള എന്തെല്ലോ മിക്സ് ആയതാണ്, എന്തെല്ലോ നടക്കുകയാണ്. കാർത്തിക് വരുന്നുണ്ട് അവിടെ മെറിഡിയനിൽ കാത്തിരുന്നത്. നിങ്ങൾ എന്തോ പരിപാടിക്ക് വന്നത്? ഞങ്ങൾ മ്യൂസിക് പാട്ടുണ്ടാക്കിയാണ് നമ്മൾ ട്രിവാൻഡ്രമാണ്. അവിടെ കീബോർഡ് സംഭവം എടുത്തോണ്ട് വന്നിട്ട് വീട്ടിൽ സെറ്റ് ചെയ്ത് പാടത്തേക്ക് വന്നതാ. ഞങ്ങൾ പാട്ടുണ്ടാക്കി വീട്ടിൽ നിന്ന് മടുത്തപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോഴാണ് ബ്രോ വിളിക്കുന്നത്. ബീറ്റൊക്കെ ഉണ്ടാക്കി അവിടെ അതൊക്കെ തന്നെ പണി. നമ്മുടെ പണി അതാണല്ലോ. അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഉഷാറില്ല. ഫുഡ് കഴിച്ചു. ഞങ്ങളിപ്പോ അവിടെ ഇന്നത്തെ ഫുഡ് ഉണ്ടോ അങ്ങനെ കഴിക്കാം. ബർഗറൊക്കെ കിട്ടുള്ളൂ, ചിക്കൻ മറ്റേ ചിക്കൻ ബർഗർ അതൊക്കെ ഉള്ളൂ. നിങ്ങൾ കഴിച്ചോ? നമ്മൾ കഴിച്ചു. എന്നാ ഓക്കെ പോട്ടെ. നമ്മുടെ ഷൂട്ടിന്റെ കാര്യം ഞാൻ വിളിക്കാം. വിളിക്കാം, ഞാൻ തന്നെ വരും. ഓക്കെ ശരി ബ്രോ, താങ്ക് യു സോ മച്ച്. കാണാം നമുക്ക്. ഇവന് ഫ്യൂച്ചർ റാപ്പിസ്റ്റാണ്. അല്ല റാപ്പിസ്റ്റ് അല്ല, റാപ്പർ. ഇവന്റെ ആഗ്രഹം റാപ്പർ ആകലാണ്. ഇവന്റെ വിചാരം ഇവൻ എമിനമാന്നാണ്. പക്ഷെ ഇവൻ നേരത്തെ പാടിയ പാട്ടില്ല അതേപോലത്തെ പാട്ട് അതേപോലെ സാധനം വരുന്നുണ്ട്. ഇടിക്ക് മുന്നേ ഡയലോഗ് ഒന്നും ഇത്രയും പാവം മനുഷ്യരാണ്. കണ്ടിട്ടില്ലേ ഫുള്ള് പടത്തില് ഫാമിലി ഭാര്യനെല്ലാം കൂട്ടിട്ട് വേണ്ടി വരുന്നുണ്ട് ആൾക്കാർ. മന്ത്രിന്റെ ചെറിയ മീറ്റിംഗ് ഉണ്ട്. കണ്ടതിന് നന്ദിതാ. ഇപ്പൊ ഒരു മാസം മുന്നേ അയച്ച മെസ്സേജിനാ. ഇതെന്താ ഈ പടം എന്താ എപ്പ റിലീസ്? 28-ാം തീയതി. എന്താണ് പരിപാടി? ഇവിടെ കളി കാണാൻ വന്നിട്ടുണ്ടായിരുന്നുണ്ട്. അല്ല ഞാൻ നിങ്ങളെ കാണാൻ വന്നേ. നിങ്ങളാണ് ISL കളി കാണാൻ. ഓ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അതിന് ശേഷമാണ് നിങ്ങളെ മറ്റേ വീഡിയോ കാണുന്നത്. ഞാൻ നിങ്ങളുണ്ടെന്ന് അറിയാൻ ഞാൻ നേരെ അങ്ങോട്ടേക്ക് വരുന്നേന്. ബ്രോ ഇപ്പൊ എവിടെ ഇരുന്ന് ഏത് സ്റ്റാൻഡിലിരുന്ന? സ്റ്റേഡിയത്തില് സ്റ്റാൻഡ് വരുന്ന അറിയില്ല. അതിന്റെ അടുത്ത് തന്നെ ഞാൻ ഉണ്ടായിന്. ഞാൻ ഇപ്പൊ അങ്കമാലി, നിങ്ങളെ അങ്കമാലിയിലേക്ക് പോയത്. ഞങ്ങളീ അങ്കമാലി 40 രൂപ ത്രൂ ഗൂഗിൾ പേ. എന്റെ ഫ്രണ്ടിന് ഇഷ്ടമാണ്. എടാ പോടാ ബായ് കൂട്ടറ. ഞാൻ കോൺവേഴ്സ്. എടാ ഇത് TTS ഓഫ് ആക്കിയാ. സോറി ഇത് വരുന്ന ഡൊണേഷൻ വരുന്ന പിന്നെ നമ്മ അങ്കമാലിയിലേക്ക് പോകാൻ പോയത്. അങ്കമാലിയിൽ മറ്റേ സിംഗർ മുബാസുക്കിനെ അറിയോ? മുഖം കാട്ട് നീ മുഴുവൻ ആ പാട്ടിന് പാടിയ ഒരു മുടി വെച്ചാൽ അറിയില്ല. ഓല അങ്കമാലി ഒരു കോൺസേർട്ട് ഉണ്ട്. ഇന്ന് മറ്റേ കാർത്തികിന്റെ മറ്റേ അട്ലക്സിലല്ലേ? അങ്കമാലി. നിങ്ങളുടെ പേരെന്താണ്? തട്ടുകടയിലാണ് കേട്ടോ അവന്. ഇവന് പുട്ടുമുട്ടി അടിക്കല മതി. അടിപൊളി. പറഞ്ഞേ ഉള്ളൂ. പോലീസ്, പിന്നെയും പോലീസ്. ഇത് വണ്ടി ഇവിടെ 2 പോലീസ് ഉണ്ടോ? അവിടെ തിരുമാല വിളിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കും. എടാ ഇതിലെടുക്ക. നിന്റെ അല്ലാ ഞാൻ മറന്നുപോയി. നിന്റെ 3500 റുപ്യന്റെ ഫോണാന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. നിന്റെ 3500 റുപ്യന്റെ ഫോണാന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി.
എപ്പോ തിരിച്ചു പോകണം? ഞാൻ പോകണ്ടതേ ഇറങ്ങാണ്. അല്ല ഇപ്പൊ തിരിച്ചു വിളിക്കാം. എടാ ഒന്ന് ഫോൺ പിടിക്കും. ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാറാ. എടുത്തോളൂ. പെപ്പേറ്റ് അടിയാകട്ടെ. പെപ്പേന്റെ മൂക്കിനടിക്കട്ടെ. ചേറ്റോറ പെപ്പേറ്റ് അടിയാകട്ടെ. ഞാനായിട്ട് അടി എന്റെ ഫോണിലെ ഞാൻ നിന്റെ കൂടെ അടിക്കാനില്ലടാ. ഞാനില്ല. ഞാൻ റിയൽ ലൈഫിൽ ആരായിട്ട് അടി ഉണ്ടാക്കാൻ പോകാറില്ല. ഒരു പാവം മനസ്സിലാട്ടെ. ഇത് സിനിമ ചെയ്യുന്ന പടത്തിലെല്ലാം അടി ഉണ്ടെന്നുള്ളൂ കേട്ടോ. സാധാരണ ഓടി രക്ഷപ്പെടാറാ മതി. ഇന്റർവ്യൂ കഴിഞ്ഞാ? ഇന്റർവ്യൂ ജസ്റ്റ് കഴിഞ്ഞു. ഇതിപ്പോ തിരിച്ചു പോന്നാ? പോവാടാ. ഞാനും വരാം. ആരാള് ഇങ്ങനെ രണ്ടാളേ ഉള്ളൂ? വൈഫ്. ഓ വൈഫ് ഉണ്ടാവും. എന്നാ പോയിക്കോ കാണാം. ബ്രോ പിന്നെ ഓൾ ഗുഡ്. ഹാപ്പി അല്ലേ? ശരി. ഇപ്പൊ ഹാപ്പിയായി. അർജുൻ നിന്നെ അന്വേഷിക്കണ്ടായിരുന്നല്ലോ. അർജുൻ അശോകൻ ആ മെസ്സേജ് ഇപ്പൊ ഒറ്റപ്പാലത്തേ ഉള്ളൂ. ഷൂട്ട് തുടങ്ങിയല്ലോ ഒറ്റപ്പാലം. ഇവിടെ കണ്ടായിരുന്നില്ല. ഇന്നലെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അപ്പോഴാണ് അർജുൻ എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞ തൊപ്പിയോടെ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ പൊളിക്ക് ബ്രോ. അപ്പൊ ഇനി എപ്പോഴേലും കൂട്ടിയിടിക്കാം. തൊപ്പിയോടെ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ പൊളിക്ക് ബ്രോ. അപ്പൊ ഇനി എപ്പോഴേലും കൂട്ടിയിടിക്കാം. പാവം മനുഷ്യടാ. വെറുതെ അടിയെടുക്കാനെല്ലാം പറയുന്നത്. ശരിയായ പാവം മനുഷ്യനാടാ. ഞങ്ങൾ ഈ അങ്കമാലി കിടന്ന് ഇത്രയും തല്ലുണ്ടാക്കിട്ട് ഞങ്ങളെ ഒരു കേസ് ഉണ്ടാ. ഞങ്ങൾ ഈ അങ്കമാലി കൊല്ലുമോ അതില് കുഞ്ചാക്കോ ബോബനെ വെയിറ്റ് ചെയ്താലും വേണ്ടല്ലേ. ചങ്ങ എന്നെ വിളിച്ചിട്ടില്ല. പെപ്പ എന്നെ വിളിച്ചോണ്ട് വന്നല്ലേ. കുഞ്ചാക്കോ ബോബൻ എന്നെ വിളിച്ചിട്ടില്ല. വിളിക്കാണ്ട് പോകുന്നത് ശരിയല്ല. ഇപ്പൊ ചിലപ്പോ ചങ്ങായി ഇറങ്ങി വരും. ആണെങ്കിൽ കാണാം കുഞ്ചാക്കോ ബോബൻ ഇറങ്ങും. ഹലോ ബ്രദർ. കൊറേ സമയം നിൽക്കുന്നത്. വ്ലോഗ് എടുക്കുന്നേ? വീഡിയോ എടുക്കുന്ന? എടുത്തോ. അല്ല ഞാൻ ലൈവാ. എന്നാ പരിപാടി? ഇതൊന്നും പൊടിക്കാൻ പറ്റൂല. ചാവോ? എന്ന് പോണത് തന്നെ പോവാണ്. നാളെ കണ്ട് വെറുതെ കണ്ടാ നമ്മള് ഇൻസ്റ്റയില് മെസ്സേജ് 2 ദിവസം ബിസി ആയിരുന്നോ? അത്ര ഭയങ്കര ബിസി ഒന്നല്ല. എന്നാലും ബിസി ആയിരുന്നു. ഞാൻ 24 hour ലൈവ് ചെയ്യുന്നായിരുന്നു ഇന്നലല്ലോ. 24 hour ലൈവാണ്. ഉറക്കമൊന്നുമില്ല. ഇല്ല, ഒരു ദിവസം ഫുള്ള് ചെയ്ത് കഴിഞ്ഞ് കിടന്നുറങ്ങി. ഇക്കിലാണെങ്കിൽ കിട്ടണുണ്ടോ? അത്യാവശ്യം വരുമായിരിക്കും. കൊറേ കാലം എടുക്കും വരാൻ. ലോക്കാണ് അത്. കൊറേ കാലം എടുക്കും വരാൻ. യൂട്യൂബ് ചെയ്താൽ അപ്പൊ തന്നെ കിട്ടും. ലോക്ക് ചെയ്താൽ കൊറേ കാലം ഇല്ല. പ്രോപ്പറേറ്റ് ഒന്നുമല്ല. മലപ്പുറം അല്ല, ഞാൻ കണ്ണൂർ. ഞാൻ എവിടെയാന്ന് അറിയില്ല. യൂട്യൂബ് ചാനലില്ലേ? പൈസ വീഡിയോ യൂട്യൂബില് ഇടുന്നുണ്ട്. പക്ഷെ അത് പറ്റിക്ക് കിട്ടുന്നില്ല. എടുക്കണ്ടോ? Rakshak donated 40 രൂപ through Google Pay. പായ് കൂട്ടുകാരൊക്കെ എന്തെല്ലാം പറയുന്നത്. ചങ്ങായിന്റെ മുന്നിൽ കുറച്ച് റെസ്പെക്ട് കൊടുക്കണം. എന്തെല്ലാം ഡൊണേറ്റ് ചെയ്യുന്നത്. കൊറേ നമ്പറിന്ന് വിളിക്കണ്ടല്ലോ. 3 ഫോണാ? നിത്യാവന അതിന് ശേഷം എന്തായ കോണ്ടാക്ട് ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തോ ഇതുണ്ടല്ലോ, ADHD എന്തോ OCD എന്താ ശരിക്കും? റിപ്പീറ്റേഷനാ? എന്ത് പിന്നെ വന്ന തന്നെ പിന്നെ റിപ്പീറ്റ് ആവോ? പറയുന്ന കാര്യം റിപ്പീറ്റ് ആവുന്നതാ. കാറിന്റെ ടയർ പഞ്ചറാക്കിയിട്ട് ഓട്. ടയർ
അനക്കല്ല ഭ്രാന്ത്, എന്റെ വ്യൂവേഴ്സിനാ ഭ്രാന്ത്. ഇതിപ്പോ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഭ്രാന്തൻ തോട്ട്സ് ഇവർക്കല്ലേ, വ്യൂവേഴ്സാണ് ഭ്രാന്തൻ പറഞ്ഞ. അല്ല ഞാൻ നോർമൽ, ഞാൻ ഇപ്പൊ നോക്ക് നോർമലായിട്ട് സംസാരിക്കുന്നു. ആ ഇത് നോക്ക്, അമേരിക്കയിലെ കാണുന്ന മോഡേൺ ബോയ്. ഓ ഇത് കഴിക്കാലോ. എവിടെ കഴിക്കുക? ഇവിടെ രമേശ് പിസ്റ്റാറ്റിന്റെ കടയാണ്. ഏത് മാസത്തില്? ആസ്ട്രോളജി അറിയാൻ വേണ്ടിയാ. നിങ്ങൾക്ക് അതിലൊക്കെ വിശ്വാസം ഉണ്ടോ? അത് വിശ്വാസമല്ല. ഒക്ടോബർ എന്നാണ്? 25 സ്കോർപ്പിയനാണ്. ഓർഡർ ഇരിക്കേണ്ടത് മുന്നിലുള്ള ഓർഡർ ചെയ്യാൻ പറഞ്ഞു. ഏതാ വേണ്ട? ഏതാ വേണ്ടത്? ബ്ലാക്ക് ബ്ലൂബെറി. അല്ല ഇവൻ കൊടുക്കും, ഇവൻ കൊടുക്കും. അവൻ്റെ കുറെ പൈസ ഉണ്ട്. അവനെ കാണാൻ ഇഷ്ടം പോലെ പൈസ ഉണ്ട്. മേടിച്ചെന്നോളൂ. ഏതാ പറയാ? ഇത് മറ്റേ ഫിലിം സ്റ്റാറാ? ഫിലിം സ്റ്റാർ. ഹലോ ഹായ്, ബിഗ് ഫാൻ. പക്ഷെ പേരറിയില്ല. ആയാലും വേറൊന്നും വേണ്ട. ഒന്നുമില്ല, വെറുതെ ആറട്ടനെ കാണാൻ വന്നതാ. അണ്ണനെ കാണാൻ വന്നതാ. അറിയില്ല, ആറട്ടനെ അറിയില്ല. നമ്മള് സന്തോഷം. അതെ, ഞാൻ ആറട്ടെണ്ണം കാണാൻ വന്നത്. നമ്മള് ഡേറ്റാണ്. ആര്? അതാരാ? നമ്മള് വെച്ചോളാം. ഇങ്ങോട്ട് കഴിക്കാം. എന്റെ പേരെന്നാ? സിയാനാ? എന്നറിയോ? എന്നറിയാം? പറയണം, തിന്നാൻ പറയണം. എന്താ പറയാ? നമ്മള് രണ്ടാളും ഡേറ്റിന് വന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആറാട്ടാണ് ഡേറ്റ്. അർത്ഥം മാറിപ്പോട്ടാ. അർത്ഥം മാറി പോകും. ഇതെന്താ അന്ന് എങ്ങനെയുണ്ടത്? അടിപൊളിയാ. പാവാട്ടാ. അങ്ങനെ പ്രശ്നം. ഇതൊരു സെക്കൻഡ് ചാൻസ് അല്ലേ ലൈഫിൽ? ആർക്കായാലും ഒരു സെക്കൻഡ് ചാൻസ് വേണ്ട അല്ലേ? എടുക്കണ്ടോ? എന്താ വ്ളോഗാക്കിട്ടാണ് പരിപാടി? ഇപ്പൊ തിയേറ്ററിൽ പോകില്ല? ഇന്നില്ല, പോയില്ല. ഇന്നലെ പോയില്ല. ഇന്നു പോയോ? ഇന്നില്ല, നാളെ പോകും. ഏത് വർഷം? Rashid donated 40 രൂപ through Google Pay. തൊപ്പി എംഎൽഎയുടെ കാറിന്റെ ഓടും. എംഎൽഎ ആരാ? ഓ എംഎൽഎ. എംഎൽഎ ടയർ പഞ്ചറാക്കിട്ട് പോലെ. നല്ലതാണ്. വെറുതെ ആരോടാണ്? രണ്ടാൾക്കാരാ? ബോയ് ഫ്രണ്ട് ഉണ്ടോ? സത്യം സിംഗിളാ? ഷോൾഡറിലാ? അങ്ങോട്ട്
ഇൻസ്റ്റൈഡ് ഓ ഇൻഫ്ലുവൻസറാണ് ഇൻഫ്ലുവൻസറാണ്. യോ എന്നാ ശരി കാണാം. നമുക്ക് നമുക്കില്ല അത് നല്ലൊരു പരിപാടിയായിട്ട് ഇവിടെ വന്നത് മുതലായി. ഇവിടെ വന്നത് നന്നായി. ഒരു പെണ്ണിന് ഇൻസ്റ്റൈറ്റ് ആങ്കർ ആയിട്ടുള്ള ഇന്റർവ്യൂ വന്നില്ല ഒരിക്കൽ ആ കുട്ടിക്കാട്ടി ഭയങ്കര ഇഷ്ടമല്ലേ നിങ്ങളെ? ആ കുട്ടിക്ക് എന്നോട് ഇഷ്ടമാണോ? ആരാ പറഞ്ഞ? അത് നിങ്ങളുടെ ഇന്റർവ്യൂ പറയണ്ടല്ല ഇഷ്ടമായിരുന്നു നല്ലതാണ്. എനിക്ക് നിങ്ങളെ അതേ അവസ്ഥയെന്ന് ഓൾമോസ്റ്റ്. നമുക്ക് ഒരാൾ ഇഷ്ടപ്പെട്ടിട്ടല്ല ഇങ്ങോട്ട് ഇഷ്ടപ്പെടണ്ട. നിങ്ങളെ ഇഷ്ടപ്പെടാൻ കുറേ പേരുണ്ടോ? നിങ്ങളെല്ലാം ഇഷ്ടപ്പെടാൻ കുറേ പേരുണ്ടോ? ഇത് ഭയങ്കര പാവമാണ്. അത് ഭയങ്കര സ്റ്റൈലിഷുമാണ്. പഴയ വീട്ടിലേക്ക് വരണം. പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയല്ല. മൈക്കിൾ ജാക്സൺ ഇതിലേക്ക് പോയിക്കൊണ്ടിരുന്ന മൈക്കിൾ ജാക്സനെ അടുത്ത മൈക്കിൾ ജാക്സൺ ആവുന്ന ഞാൻ വിചാരിച്ചത്. മ്യൂസിക്കിലേക്ക് മ്യൂസിക്കല്ല, ആ ഒരു ലെവൽ ഓഫ് സപ്പോർട്ട് ഫാൻസുകാർ ഭയങ്കര. മറ്റേ അന്ന് ഏതോ ഫുട്ബോൾ മാച്ചിന് വന്ന് അല്ല ഇവിടെ വന്നില്ല, വിന്ദു വന്നില്ല. വിന്ദു തിരക്കായിരുന്നു. ഞാൻ അടുത്ത് വെച്ച് അങ്ങനെ നിർത്തി. അത് അസൂയാണ്. പോലീസ് വിട്ടപ്പോ ഞാൻ നിർത്തി. അത് അവർ നോക്കിയതാണ്. അന്ന് വേറെ മ്യൂസിക് അവിടെയാണ് ചെയ്തതാണ്. നിങ്ങളെ ഒക്കെ ട്രാപ്പ് ചെയ്യണമെങ്കിൽ എത്ര സിനിമാക്കാർ എത്ര അശ്വരെ ട്രാപ്പ് ചെയ്യേണ്ടതാണ്. യാതൊരു കാര്യം പറയുമ്പോൾ 24 വലിയ ഉറക്കം കിട്ടില്ലല്ലേ? ഉറക്കമില്ലല്ലേ? അവർ യൂസ് ചെയ്തിട്ടു. മിഞ്ഞാന്ന് ഉച്ചക്ക് തുടങ്ങി ഇന്നലെ ഉച്ചക്ക് നിർത്തി. BMW കാർ വാങ്ങിയാൽ പോവാ. ഉണ്ടാക്കിയ കാശ് കൊണ്ടാണോ? ഇല്ല ചില്ലാൻ വേണ്ട. എന്ത് കള്ള ഞാൻ കുടിക്കില്ല. ഫുഡ് കഴിക്കാൻ പോ. നീ പറ അതെവിടെയാ? ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞ മീറ്റ് ചെയ്യാൻ വന്നത്. കുറച്ച് രൂപ തിരിച്ചടിക്കാൻ പറയുന്ന ആറാണ്. നിങ്ങൾ തിരിച്ചടിക്കോ? ഒന്നുമില്ല. ഒന്നുമില്ല. 40 രൂപ ഗൂഗിൾ പേ. തൊപ്പി പോലീസ് വന്നാൽ നമ്മൾ കട്ടക്ക് നിൽക്കണം. ഓക്കെ താങ്ക് യു ഫോർ ദ മോട്ടിവേഷൻ. അതാണ് നോട്ട്. കയ്യിലുണ്ടോ? ഫോൺ കയ്യിലുണ്ട്. നമ്മൾ കട്ടക്ക് നിൽക്കണം. പോലീസ് വന്ന കട്ടക്ക് നിൽക്കണം എന്ന് പറയുന്നത്. എത്ര മിനിറ്റ് ഉണ്ട്? വെയ്പ്പ് ഉപയോഗിച്ചതിന് പോലീസ് വരുന്ന മാറ്റാ. വെയ്പ്പ് ശരിക്കില്ല. വെയ്പ്പ് ഇല്ലീഗലാ. വെയ്പ്പില്ല. ഇലക്ട്രോണിക് സിഗരറ്റില്ലേ? അത് അറിയില്ല. അത് നമ്മളത് ഉപയോഗിക്കാറില്ല. ഇഷ്ടംപോലെ ഭയങ്കര ഇതായിരുന്നു ആഘോഷമായി. എനിക്കറിയില്ല. മാൻ സിറ്റിന്റെ നിങ്ങൾ പണ്ടിൽ ഇവിടെ എന്തായി എന്നായി ഇനി അതിലേക്ക് വരണം. നിങ്ങൾ പ്രശ്നം വെറുതെ കുടിച്ചിട്ട് ഇന്ത്യൻ പോലീസുണ്ട്. എന്നെ ഇല്ലേ മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് ഇവിടുത്തെ ആൾക്കാർക്ക് എന്നെ ഇഷ്ടമാണ്. നല്ല മനുഷ്യനാണ്. ശുദ്ധ മനുഷ്യർക്ക് നമ്മളെ ഇഷ്ടമാണ്. വിളഞ്ഞ സാധനങ്ങളെ നമ്മൾ കളിയാക്കിയിരിക്കുന്നു. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം നല്ല ആൾക്കാരാണ്. നിങ്ങൾ ശരിക്കും സ്വന്തം നാട് എവിടെയാ? ഞാൻ ജനിച്ചത് പാലക്കാടാണ്. ലാസ്റ്റ് ഏതാണ്
ശരിക്കും കളമ്പ് ശരിയാണ് പാദം കഴിഞ്ഞാൽ ശ്രമിച്ചത് നിങ്ങൾ ശരിക്കും മറ്റേ സൈക്കോളജി എന്തെല്ലോ പഠിച്ചാന്നല്ലേ? ഫിലോസഫി അല്ല. നിങ്ങൾ എന്നോട് സെക്രട്ടറി പറഞ്ഞു നിങ്ങൾ വളരെ പാവമാണ്. നമ്മളെ ഏറ്റവും കുറവാണ്. അത്ര പാവന്നല്ല നിങ്ങൾ നല്ല പാവന്ന് കുറെ സമയം പറയും. നിങ്ങൾക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് തന്നാൽ ചിലപ്പോ നിങ്ങൾ സൈഡാവും. ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞ പെട്ടെന്ന് നിങ്ങൾ കേട്ടോ. ഇന്നസെന്റ് ആണോ? ആരാണോ? ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇത്ര നാളായിട്ട് ഗേൾ ഫ്രണ്ട് ഉണ്ടായില്ല. ഹൈവേ കാർഡിൽ ഡ്രിങ്ക്സ് അടിക്കാനോ? വിളിക്കുന്നു ഞാൻ കുടിക്കൂല. കുടിക്കില്ല. ഭയങ്കര ഭക്തിയാണ്. റിലീജിയസ് ആയിക്കോണമെന്നല്ല, ഉമ്മ പഠിപ്പിച്ചതാണ്. പിന്നെ അത് തലയിൽ കുടുങ്ങി. അല്ലാണ്ട് അള്ളാനെ പഠിച്ചിട്ടൊന്നല്ല. അങ്ങനെയും പറയാം. ഇവിടെ താമസിക്കും കണ്ണൂരല്ലേ? ഞാൻ ഇപ്പൊ ഇവിടെ ഞാൻ ഇങ്ങോട്ട് വന്ന ISL കാണാൻ വേണ്ടി വന്നതാ. ഗസ്റ്റ് ആയിരുന്നോ? ആ ഗസ്റ്റാന്ന് പറഞ്ഞാ വിളിച്ചത്. ഗൂഗിൾ പേ തൊപ്പി പെപ്പയുടെ കൂടെ ഡാൻസ് കളിക്കൂ. പെപ്പയെല്ലാം പോയിട്ട് എത്ര സമയം? നേരത്തെ ചെയ്ത ഡൊണേഷൻ ഇപ്പൊ വരുന്നല്ലേ? പെപ്പ പോയിട്ട് അരമണിക്കൂറായിരുന്നു. ഇപ്പൊ ഡൊണേഷൻ ആർട്ടിസ്റ്റ് ഉണ്ടോ? ആ കണ്ടു. ഫിലിമൊന്നും കാണാറില്ല ഒന്നല്ലേ? കാണാറുണ്ടല്ലോ. ഗെയിമാണോ? ഓൺലൈൻ ഗെയിമിംഗ് ആണോ ഇഷ്ടം? ഞാൻ കൂടുതൽ ടൈം ഗെയിമിംഗ് ആണ്. നിങ്ങൾ മറ്റേ കിങ് ഓഫ് കൊത്ത റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാ നിങ്ങള്? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട് ഞാൻ ബാഡ് റിവ്യൂ എടുത്താൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ലൈവായിട്ട് കാണാൻ പോയ. ലൈവ് ആയിട്ടോ? അപ്പൊ തന്നെ ഇറങ്ങിയപാട് ലൈവായിട്ട് തന്നെ ഞാൻ പറഞ്ഞ റിവ്യൂ. പോലീസിനെ കുറച്ച് മോശം ഡീൽ ചെയ്തോ? ഇടിക്കുകയോ ചെയ്യോ പോലീസുകാരോ? സാർ കുറച്ച് സീനാണ്. ഒരു ഡാർക്ക് പാസ്റ്റ് ആയിട്ട് എന്റെ മൈൻഡിൽ ഇങ്ങനെ ഇപ്പം പോലീസിനെ കാണുമ്പോൾ എനിക്ക് മറ്റേത് അടിക്കും. PTSD അടിക്കും. എന്തോ ഒരു സാധനം അടിക്കും. ആരെ കളിച്ചതല്ല? ആരെ കളിച്ചതല്ലേ? കളിച്ച നിങ്ങളുടെ അസുഖം കൊണ്ട് ചെയ്തത് പരിപാടിയല്ലേ? കറിയില്ല എന്നാ പോകാൻ സമയം ഇന്ന് പോവാണ് മലപ്പുറത്തേക്ക്. അല്ല കണ്ടില്ല. ഇല്ല നമുക്ക് പുറത്തേക്ക് പോകാം. വെളിമാണി പോട്ടാ. വെളിമാണിയല്ല. പേരെന്തേനാണ്? പേരെന്താ? പ്രിയാവാരി. പീല് തുടങ്ങുന്നല്ലേ? മാർലിയ. എന്തില? മറീന ഫുൾ പേരെന്താ? മറീന മൈക്കിൾ. ഞാൻ കണ്ടിട്ടുണ്ട്, കൊറേ പ്രാവശ്യം കണ്ടു. എനിക്ക് പേരറിയാത്തതാണ്. ഞാൻ എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. പരിപാടിയൊന്നുമില്ല, നമ്മളോട് വെറുതെ. അത് കഴിഞ്ഞ ലുലുമാലല്ല, ലുലുമാലാണ്. പോന്ന കാണാം. അവന് സ്ട്രൈക്ക് കിട്ടിയെന്ന്. നിന്റെ ലൈവ് കണ്ടോണ്ടിരിക്കണ്ട. ലോക്കൽ ലൈവാണല്ലോ. ഇവന്റെ ലോക്കാണ്, പക്ഷെ ഞാൻ കണ്ടോണ്ടിരിക്കുന്നു. നല്ല ഹൈറ്റ് ഉണ്ടല്ലേ? കൊള്ളാം. ആ വീഡിയോയിൽ മാത്രം കണ്ടിട്ടുള്ള മൂടി സെറ്റിപ്പാ. ഇത് കൃഷ്ണൻകുട്ടിയല്ല. ഇത് നാരായണൻകുട്ടി. സോറി, എനിക്കറിയാം. ഇത് എന്റെ വ്ളോഗ്. ഒരു ഹായ് പറഞ്ഞു തരടാ. ഹായ്. ഞാൻ പറഞ്ഞു വൺസ് അപ്പോൺ എ ടൈം. ബാ. ഇത് നാരായണൻകുട്ടി. സോറി, എനിക്കറിയാം. ഇത് എന്റെ വ്ളോഗ്. ഒരു ഹായ് പറഞ്ഞു തരടാ. ഹായ്. ഞാൻ പറഞ്ഞോണ്ട് വരികയായിരുന്നു. ഞാനും ഒരു പ്രാവശ്യം വെളിപ്പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഏഷ്യാനെറ്റിൽ പോയപ്പോഴാണ് പാടിയത്. വെളിപ്പാട്ടാ? പണ്ട് കാർത്തിക് സൂര്യ. ഒരു വൺസ് അപ്പോൺ എ ടൈം. ബാ, വീഡിയോ കൊണ്ടുവന്നില്ല, കാണിച്ചു തരാം. ഇത് നമ്മളെ കാണുന്ന അങ്ങനെ പറഞ്ഞാ ജാപ്പനീസിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞാണ്. എല്ലാരും ജാപ്പനീസ് പഠിക്കാൻ. ഞാൻ വരുന്ന വഴിക്ക് രണ്ടാളെ കണ്ടു ജാപ്പനീസ് പഠിക്കാൻ പോകുന്ന. ഹലോ, നിങ്ങൾക്കറിയോ ജാപ്പനീസ്? അപ്പൊ പിന്നെ എനിക്ക് കാണാൻ പറ്റൂല. ഹിന്ദി ഇംഗ്ലീഷാണോ? ഓക്കെ. മലയാളം അറിഞ്ഞൂടെ? ഓക്കെ. ഫുഡ് കഴിച്ചോ? ഇല്ല, കഴിക്കാം. ഷെഫ് പിള്ളേരൊന്ന് വാങ്ങിച്ചു തരാം. അപ്പൊ ഇന്ന് എന്റെ സ്ഥലം കാർത്തിക് സൂര്യനല്ലോ. കാർത്തിക് സൂര്യനല്ലോ.
മെറിഡിയനിലെ ഫുഡ് അറവാന്ന് കേട്ടോ. ഇവന് കുറച്ച് ഫുഡ് മേടിച്ചു കൊടുത്തിട്ട് വരാൻ. നമുക്ക് പെണ്ണില്ലാന്ന് പറഞ്ഞാൽ ഇപ്പൊ 3 പേരാ കൂട്ടത്തിൽ എന്തുവാണ് പെണ്ണില്ലാന്ന് പറഞ്ഞിട്ട് അന്റെ മണ്ണൊന്നല്ല, ഞാൻ വരുന്ന വഴിക്ക് മീറ്റ് ചെയ്താ. ഞാൻ എന്റെ ബാക്കിൽ കൂടെ കാണും. ഇവിടെ നെറ്റ് ഇല്ല, പക്ഷേ നെറ്റ് കട്ടായിട്ട് കേറ്റൂലെന്ന് പറഞ്ഞു. റിസർവ് ചെയ്യാണ്ട് കേട്ടൂല. പന്നാണ്ട ഇപ്പൊ കാർത്തിക് സൂര്യനെ മതി ഓർക്കല്ലോ. ഇല്ല കുഴപ്പമില്ല. അഭിപ്രായം കൊണ്ട് ചെറിയ എടാ ഇവിടെ ബൊഫ ഉണ്ട്. ഇവിടെ നിന്ന് കഴിക്കുന്നോ പുറത്ത് കഴിക്കുന്നോ? ഇവിടുന്നാണ് ഇവിടുന്ന് ഇത് ക്രൗൺ ക്ലാസ് ഒന്നും അല്ല കേട്ടോ. ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഇത് കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ്, ലക്ഷറി. വായൂട്രാ ഡൊണേഷൻ ചെയ്യില്ലേ? ഡൊണേഷൻ ചെയ്തില്ലേ? മത്തി വരിച്ച ഉണക്കുന്നു. മത്തി വരിച്ച ഇത്രയും വലിയ സ്ഥലമായിട്ട് മത്തി വരിച്ച ഉണക്കുന്നതാണ്. നെറ്റ് പോകുന്നുണ്ട്. ഫുഡിന്റെ അടുത്ത് 1 2 3 4 5 6 അല്ല 1 2 3 4 5 6 7 8 9. എഫേർട്ട് അതിന്റെ പാതിയായി കിട്ടും. നമ്മൾ ചെന്ന് അലമ്പിയാൽ മാത്രം മതി. ബാക്കി കയറി പൊക്കോളല്ലോ. എന്താ ഉള്ളത് അതേപോലെ കാണിക്കാം. ലോക്കോ എങ്ങനെയുണ്ട് പ്ലാറ്റ്ഫോം? ലോക്കോ എങ്ങനെ നല്ല വരുന്ന ലോക്കോയിൽ വരുന്ന സമയം കാണത്തില്ല. എനിക്ക് തോന്നുന്നു ലോക്കോയിൽ ഇത്ര മണിക്കൂർ സ്ട്രീം ചെയ്യണം അങ്ങനെ കണ്ടീഷനൊക്കെ ഇല്ലേ? ഞാൻ ഫുൾ ഡേ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ആ കണ്ടീഷൻ ഒന്നും പറഞ്ഞതല്ല. ചെറുതെ കുറച്ച് സമയം ചെയ്യുന്നവർക്കെല്ലാം കുറെ കണ്ടീഷൻസ് എല്ലാം ഉണ്ട്. നിങ്ങൾ കണ്ണനൊക്കെ ലോക്കോയിലുണ്ട്. വൈപ്പറിന്റെ കാണുന്നില്ല. കണ്ണൻ നിങ്ങളുടെ എല്ലാണോ ലോക്കോയിലില്ലേ? കസാമിനെ വിളിക്കാൻ കുറെ പേര് പറയാനുണ്ടോ? സുധാമി നമ്പർ ഉണ്ടാവും. വിളിച്ചു നോക്കാം. വീഡിയോ കോളേ ഇന്നലെ പറഞ്ഞ എൻ്റെ കാണലുണ്ട്. പക്ഷെ ഞാൻ 2 ദിവസം മുമ്പ് ഇവിടെ എത്തിയാൽ എനിക്കറിയില്ല. നിങ്ങളുടെ ബഹ്റൈനല്ല. എന്തിനാ വന്ന് പഠിക്കാനാ? ജോലിക്കാ? എന്ത് ജോലി? എങ്ങനെയുണ്ടാ ബിരിയാണി? അല്ല ഇതൊരു ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി എടുത്ത് വെച്ചാടാ. നീ നിന്റെ സ്ഥലം കോഴിക്കോടല്ലേ? അല്ല കണ്ണൂര്. തലശ്ശേരി ബിരിയാണി, അത് പാരീസ് ഹോട്ടലിലെ തലശ്ശേരി ബിരിയാണി ഇല്ലേ? ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇഷ്ടമാണ്. ഹോട്ടലിലൊന്നല്ല, മംഗളത്തിന് പോയിട്ട് തോന്നണം. എവിടാ? മംഗലം കല്യാണത്തിന് പോയിട്ട് തോന്നണം. എന്തോടാ? കല്യാണത്തിന് പോയിട്ട് തന്നാലേ ആ ബിരിയാണിന്റെ കറക്റ്റ് ഞാൻ കഴിച്ചിട്ടുണ്ട്. കണ്ണൂർ ഞാൻ കല്യാണത്തിന് വന്ന് കഴിച്ചിട്ടുണ്ട്. എന്റെ കൂട്ടുകാരൻ സോനു എന്ന് പറഞ്ഞ പയ്യൻ, അവൻ കണ്ണൂരിൽ നിന്നാണ് അവന്റെ വൈഫ്. അപ്പം അവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹോട്ടലിൽ നിന്ന് ഒന്നും ആ ടേസ്റ്റ് കിട്ടൂല. അതുകൊണ്ട് നമ്മൾ വിളിക്കാത്ത ഓരോ കല്യാണത്തിനെല്ലാം കയറി പോയി തിന്നു. അതിന്റെ ടേസ്റ്റ് കിട്ടാം. നമ്മളും പോയി തിന്നാണ്, പക്ഷെ ഇപ്പൊ തിന്നാൻ പറ്റില്ല. എന്താ എല്ലാരും തിരിച്ചറിയാലോ. പണ്ട് ട്രിവാൻഡ്രത്ത് SMV ഹോട്ടലുണ്ട്. അല്ല SMV ഹോട്ടലാണ്. ട്രിവാൻഡ്രം ക്ലബുണ്ട്. പിന്നെ ശ്രീമൂലം ക്ലബുണ്ട്. ഇവിടെയൊക്കെ VIP കല്യാണങ്ങൾ നടക്കുമായിരുന്നു. ഞാൻ എൻ്റെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കല്യാണം. അപ്പം ഇവിടെയൊക്കെ ശരിക്കും മോശം ഫുഡാണ്. പണ്ട് സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന സമയം നമ്മുടെ കയ്യിലൊക്കെ 5-ന്റെ കാശ് എടുക്കുകയില്ല. അപ്പം ഇങ്ങനെയുള്ള ഹോട്ടലല്ല കല്യാണങ്ങളിൽ പോയി കണ്ടമാനം കുമ്പൻ അടിക്കുമായിരുന്നു. നല്ലൊരു ഷർട്ട് ഇല്ല പയ്യന്മാരെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളെ മറ്റേ ഇന്റർലെക്സിലുള്ളവരിലുണ്ട്. നടക്കുന്നത്
ട്രിവാൻഡ്രത്തേക്ക് വരേണ്ടി വരുമല്ലേ? വരാം. ട്രിവാൻഡ്രത്തേക്ക് നമുക്ക് എന്തായാലും ട്രിവാൻഡ്രം എത്തുന്നുണ്ടെങ്കിൽ എന്തായാലും ഇൻട്രസ്റ്റ് ചെയ്യും. ഡൺ. എന്നാണോ ട്രിവാൻഡ്രം എത്തുന്നത് അന്ന് നമുക്ക് പോഡ്കാസ്റ്റ് സെറ്റ് ചെയ്യാം. നമുക്കൊരു പോഡ്കാസ്റ്റിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ഇരുന്നില്ല. നല്ല രസമായിരിക്കും, വൈബ് കണ്ടന്റ് ആയിരിക്കും. വൈബ് സോണിൽ ശ്രീജിത്തിന് അറിയോ? ഓൻ എന്നോടൊരു പോഡ്കാസ്റ്റ് ചെയ്യാൻ സെറ്റാക്കി വെച്ചിന്, പക്ഷെ നാട്ടിലില്ല. കാർത്തിക് അനന്തു വിഎസും മുഹമ്മദ് സാലിഹും നല്ല കമന്റുകളാണ്. നീ ഇവര് ചെയ്യണത് പറഞ്ഞു പറഞ്ഞാൽ ഈ പരുവത്തിലായി പോയല്ലേടാ. കുറച്ച് എനിക്ക് ഒരുത്തന്റെ പേര് എന്റെ മനസ്സിൽ നിന്ന് പോണല്ലടാ. അമീൻ അറിയാ, ഞാൻ കണ്ടിട്ടുണ്ടാ. എനിക്ക് സത്യം പറയല ഏറ്റവും കുറവുണ്ടല്ലോ എന്റെ കമന്റ് സെക്ഷൻ വായിക്കാനാണ്. നാട്ടിലുള്ള എല്ലാ അമീനുകളും ആ കമന്റ് ബോക്സ് വന്നിട്ട് കരയാറുണ്ട്. ഈ കാലത്തെല്ലാം അപ്ഡേറ്റഡ് ആണല്ല, ഇതെല്ലാം കാണലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കയറി ചൊരണ്ടിക്കൊണ്ടിരിക്കും, കാരണം പണിക്കിടയിലുള്ള എന്റർടൈൻമെന്റ് അതൊക്കെയാണ്. പിന്നെ യൂട്യൂബും. അന്ന് ഈ ഇടയ്ക്ക് വേറെ ഒരുത്തന്റെ പേരോടെ ഞാൻ കേട്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് ഒരു സെക്കൻഡ് എടാ, സോറി. ഹലോ, പറയടാ. ഓ ഹായ്. ആഹാ, ഏതിൻ്റെ എടാ? ആ റീവർക്കൊന്നുമില്ല, അതിൻ്റെ ബാക്കിയേ ഉള്ളൂ. മതി. ഓ, ആ ഫയലും കൂടെ അയച്ചു കൊടുത്താൽ അമീനെ അറിയാന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ. എടാ ശരിക്കില്ല, അവൻ ഒരു കണ്ട മുന്നിൽ കിട്ടും. ഐഫോൺ എടുക്കണല്ലേ പുതിയ? 15 ഐഫോൺ ഉണ്ട്, 13 Pro. അത് മതി. ഇതെടുത്തോ, ആൻഡ്രോയിഡ് നല്ലത്. എന്നോടോ ഇപ്പൊ ഞാൻ ഓനിക്ക് കൊടുത്തു. എത്ര വാച്ചിങ് ഉണ്ടോ ഇപ്പൊ? അതെങ്ങനെ അറിയാൻ പറ്റും? 3K അല്ലേ? ഉള്ള 3K ലൈവ് വാച്ചിങ്, അതും ലോക്കോയില് അത്യാവശ്യം നല്ലതാണ്. ലോക്കോയില് നല്ല ക്രൗഡ് ഉണ്ടോ? ഉണ്ട്, ഞങ്ങൾക്ക് 26K വന്നിട്ടുണ്ട്. ആ ലൈവ് വാച്ചിങ്. എനിക്കൊന്ന് ഈ ഡെമോഗ്രഫീസ് എങ്ങനെയാണ്, ഏജ് കാറ്റഗറി എങ്ങനെയാണ്? ഈ ലോക്കോ 16+ ആയിട്ടുള്ളവർക്ക് കയറാൻ പറ്റുള്ളൂ. നിന്റെ ഒരു അനലിറ്റിക്സ് വെച്ചിട്ട് ഏത് ഏജ് ഗ്രൂപ്പാണ് കൂടുതൽ? എനിക്ക് തോന്നുന്നു ഈ ഗെയിമൊക്കെ കൂടുതൽ എൻജോയ് ചെയ്യണത് ഒരു 24 താഴോട്ടുള്ളവരായിരിക്കും. അതോ ആണെന്ന് തോന്നുന്നല്ലേ? 13 മുകളിലുള്ള ഒരാൾ ലോക്കോയിലുണ്ടാവില്ല. അവർക്ക് ഇതിന്റെ സ്പെല്ലിംഗ് തന്നെ അറിയില്ലായിരിക്കും. പിള്ളേർ അങ്ങനത്തെ ആൾക്കാരൊന്നും ഉണ്ടാവും. ഇഷ്ടപ്പെട്ടു. ഇനി എന്തെങ്കിലും എടുക്കണോ? D2D എല്ലാരും D2D സ്പാം ചെയ്യുന്നു. പിള്ളേര് നമ്മുടെ ആരൊക്കെ ഇവിടെ ഉണ്ട്. ഡാറ്റ ഡ്രീം ലവ് യു. ഇടയ്ക്ക് വെച്ചത് എനിക്ക് തോന്നുന്നു ആ സീനായ സമയമില്ലേ, അപ്പോ നിങ്ങളെന്തോ ഈ അടുത്ത് സീനായിട്ടില്ലേ? എന്റേതാ? പറഞ്ഞിട്ട് കാര്യമുണ്ടാവും, നടക്കും വരും. പക്ഷെ അത് പെട്ടെന്ന് ഫുൾ ഒരു ദിവസം ഭയങ്കര കത്തിന്ന് പിറ്റേ ദിവസം മുതൽ ഒന്നും കാണുന്നില്ല, എല്ലാം കാലി എല്ലാം അടങ്ങി. പിന്നെ ഒരു കമന്റ് പോലും കാണുന്നില്ല, ഒരാളും ഇല്ല. പെട്ടെന്ന് ഒരു സ്നാപ്പ് ചെയ്ത പോലെ ഒന്നും ഉണ്ടായി. അങ്ങനെ എന്തോ മാജിക് പോലെ. എങ്ങനെയാ ലൈഫിൽ ഇങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങൾ വരും. അതല്ല, ഇപ്പൊ എല്ലാരേലും ഉണ്ടാവും. പക്ഷെ ഇത് വന്ന് പോയെന്ന് പറഞ്ഞാൽ സ്നാപ്പ് ചെയ്ത പോലെ പെട്ടെന്നൊരു പോക്ക് പോയി. പിന്നെ ഒരാളെ കമന്റിൽ ആരും എന്നെക്കുറിച്ച് സംസാരിക്കുന്നില്ല, ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് ഭയങ്കര മാജിക് ആയിട്ട് വന്നത്. സാധാരണ ഇങ്ങനത്തെ എല്ലാരേലും വരൂലേ കൊറേ ശനക്കനത്തെ. പറടാ. അല്ല, ഞാൻ നിന്നെ വിളിച്ചിട്ട് അല്ലടാ. എടാ നമ്മുടെ തൊപ്പിയടാ ഇവിടെ എന്നെ കാണാൻ വന്ന എന്തിനടാ?
എടാ അവ ഇവിടെ വന്നിരുന്നിട്ട് ആ ഒരു സെക്കൻഡ് എടാ, ഞാൻ ഒന്ന് ലൗഡ് സ്പീക്കർ ഇടണേ. ഓക്കെ തൊപ്പി ഓ MRC തൊപ്പി ഇവിടെ എന്നോട് ഡിന്നർ കഴിച്ചോണ്ടിരിക്കണം. ഞാൻ സ്പീക്കർ ഇടാം ഒരു സെക്കൻഡ് എടാ. ഹലോ ഷസാം ബ്രോ, എന്തല്ല രാവിലെ ഉണ്ട്, കൊച്ചിയിലുണ്ട്. നിങ്ങളെ കൊറേ അന്വേഷിച്ച് കിട്ടിയില്ല. എല്ലായിടത്തും തെണ്ടി നടക്കുക ഒരു ബാഗ് വിട്ടിട്ട് 2 ദിവസമായിട്ട് ഉണ്ടാന്നാണ് എന്നോട് ഡിന്നർ ലൈവ് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഒരു ലൈവറിന്റെ ലൈഫ് സ്റ്റൈൽ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പം എവിടെയാടാ ലേമറിഡിയനില് ബൊഫെ അവിടെ ഫുഡ് കോർട്ടില്. ഷസാം ബ്രോ എന്താ ഒന്നുകൂടി പറ. IT റൈഡ്. ഓ നമ്മളിത് സ്ട്രീമേഴ്സ് ആയിക്കോണ്ട്. ഓ നിങ്ങൾക്കൊന്നും റൈഡ് ഇല്ലല്ലേ? അവന്റെ വീട്ടിൽ റൈഡ് വന്നോ? ഓ കാണാൻ പറ്റോ? ഇന്നല്ല എപ്പെങ്കിലും. ഇന്നടെയുള്ള ഇപ്പൊ അവൻ പുതിയ ഐഫോണിനെ കൊന്നോണ്ടിരിക്കുകയാണ്. ഓ ഞാൻ പറയട്ടെ ഷസാം ബ്രോ, നിങ്ങളെ വാക്ക് കേട്ടിട്ട് ഞാൻ iPhone 15 എടുക്കാണ്ട് S23 Ultra എടുത്ത്. ഒന്നുമില്ല, നിങ്ങളെ വാക്ക് കേട്ടിട്ട് എടുത്തേന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഉപയോഗിക്കാൻ 2 ദിവസമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പം സോ ഫാർ സോ ഗുഡ്. എന്തെങ്കിലും നോക്കട്ടെ, ഒരാഴ്ച ഉപയോഗിച്ച് നോക്കട്ടെ, എന്നിട്ട് ഞാൻ റിവ്യൂ പറയാം. ഞാൻ S23 Ultraനെ കുറിച്ചല്ല റിവ്യൂ പറയാം. നോക്കാം. ഞാൻ ഒരാഴ്ച എന്റെ മുമ്പിൽ 2 കൂടെ ഐഫോണിന്റെ കുറ്റം പറഞ്ഞാണ്. ഞാൻ ഇപ്പൊ 2 വലിച്ചു കയറും. എന്നെ വിളിച്ചടാ ഇന്ന് മുന്നു പറഞ്ഞിട്ടുള്ള എന്തോ ഇത് നമ്പർ ട്രൂ കോളർ എഴുതി കാണിച്ചു. മുന്നു അങ്ങനെ എന്തോ ഞാൻടാ ഇതാണ് വന്നത്. അല്ല മൂച്ചി അന്റെ നമ്പർ അല്ലേ ഇത്? അതെ. എന്നിട്ട് MRC തൊപ്പി യൂട്യൂബർ എന്ന് എഴുതിയ വേണ്ട ബ്രാക്കറ്റില്. എനിക്കറിഞ്ഞൂടാ. ഞാൻ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇവൻ എത്തി. ഞാൻ അപ്പുറത്തന്നെ, ഞാൻ നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിന്, ക്രൗൺ പ്ലാസയിൽ ഉണ്ടായിരുന്നല്ലോ. എന്താ പറയാ, സ്ട്രീമേഴ്സ് അങ്ങനെയാണ്, ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയാണ്. ഇതിന്റെ പോലല്ല ഐഫോണിനും കുറ്റം പറഞ്ഞിട്ട് അവിടെ ഇരുന്നത്. എന്നിട്ട് ഞാൻ ഒരാഴ്ച എന്ത് എനിക്കറിയില്ല. ലൈവ് നോക്കൊണ്ടിരിക്കാനടാ, വ്യത്യസ്തമായ ഒരു ജീവിത രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് എന്തെന്ന് കാലം പോയൊരു പോക്കെ. എടാ സത്യം പറഞ്ഞാണ്ടല്ലോ നിന്റെ കൂടെ വന്ന പൊമ്പളർ ഞാൻ തിരുമാലിനെ കാണാൻ പോയി. തിരുമാലി നിനക്ക് എങ്ങനെയാടാ മാറിപ്പോണത്? അല്ല സോറി, ഞാൻ രണ്ടാളെയും ബാക്ക് ടു ബാക്ക് മീറ്റ് ചെയ്തത്. ഞാൻ ഈ ലൈവും ചെയ്തിട്ട് 24 hours ലൈവും ചെയ്തിട്ട് ഇങ്ങനെ ഒരാളെ മീറ്റ് ചെയ്യുക, ഓരോ സെലിബ്രിറ്റീസിനെ മീറ്റ് ചെയ്യുന്ന, ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്ന, ഓരോ സ്ഥലത്ത് വന്ന് അങ്ങനെയാ. അങ്ങനെ 6 മീറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ ഈ പെണ്ണ് ഇപ്പുറത്ത് വന്നതാ. എന്നിട്ട് ഞാൻ എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോ പറഞ്ഞു ഞാൻ കാർത്തിക് സുനെ കാണാൻ പോകുന്ന പറഞ്ഞു. അപ്പൊ കൂടെ വന്നോട്ടെന്ന് ചോദിച്ചാ. എന്നിട്ട് ഇത് സാബുവിന്റെ ബോഡി ഗാർഡ് സുമ. ഷൂട്ട് വരുമ്പോഴേക്കും എവിടെയാ? മാസത്തില് 10 ദിവസം അണ്ണന്റെ ഫോൺ ഇട്ടിരിക്കുന്നത്.
ക്രൗൺ പ്ലാസ ഇത് ലൈവ് ഇവിടെ പൊക്കോണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ലല്ലോ. ആർക്കും കുഴപ്പമില്ലെന്ന്. എന്ത് കുഴപ്പം? എന്ത് കുഴപ്പമില്ലെന്ന്? അല്ല കുഴപ്പമില്ലാന്ന് ചോദിച്ചാ ഞാൻ ലൈവാണ്. നീ ലൈവ് പോണെന്ന് എനിക്ക് എന്തിനാ കുഴപ്പം? ഞാൻ ചോദിച്ചതാണ്. ലൈവ് പോയി. ആദ്യ കാർത്തിസ് വരാറുണ്ട് ലൈവ് ആണെങ്കിൽ കുഴപ്പമാവും, ലൈവ് ആയിട്ട് മുകളിലേക്ക് കയറാൻ പറ്റില്ല. പെട്ടെന്ന് കുഴപ്പമുണ്ടോ ചോദിച്ചതാ. നീ ഇവൻ നിന്റെ ഒരു സാധനം കണ്ടിട്ട് ഞാൻ ചീരി ചൂപ്പാണ് ഇവൻ മറ്റേ അണ്ടർവെയറിനകത്ത് ഞാൻ ആയക്കൂടെ നിന്നെ അതാണ് കണ്ടിട്ടുള്ളത്. പിന്നെ നിന്നെ പോലീസ് ഓടിച്ചപ്പോഴും വാതിൽ ഒട്ടിപ്പിടിക്കുന്നതല്ലേ. ഇവനാണ് കേരള സമൂഹത്തിലെ കൊച്ചു പിള്ളേരെ വളിയെന്ന് പഠിപ്പിച്ചത്. ഇപ്പൊ പിള്ളേർക്ക് തന്നെ വേണ്ട. ഇപ്പൊ പിള്ളേർന്ന് മൈൻഡ് ആക്കുന്നില്ല. പക്ഷെ നീ അങ്ങനെയുള്ള വാക്കൊന്നും ഉപയോഗിക്കല്ലോടാ. ഇല്ല ഞാൻ നിർത്തി. വളിയെന്നൊന്നും പറയാൻ പാടില്ല. എന്താ? കീഴ്ശ്വാസം. വിശ്വാസം കുറച്ച് ഡീസന്റ് വാക്കാണ്. ആ കാര്യം അങ്ങനെയാണ്. നീ മാന്യനായ ശ്രമിക്കണം. അല്ലാതെ ചുമ്മാ നീ വളിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണേ നീ നിന്റെ വീട്ടിനകത്ത് പറഞ്ഞോണം. ആരാ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത്? ഞാൻ ശരിക്കും നീ നിനക്ക് എന്ത് ധൈര്യം ഉണ്ടോ നിനക്ക് പബ്ലിക്കിൽ വന്നിട്ട് ഭയങ്കര മോശമായി. അതിന്റെ വാക്ക് അങ്ങനെ അല്ല. കീഴ്ശ്വാസം. പിന്നെ പിന്നെ ഇല്ലല്ല ഉദരക്രിയ അല്ല. പക്ഷെ ഉദരവായു നിർഗളനാണ്. ഇല്ല ഉദരവായു നിർഗളനോ പോകൂല. ഒരു മനുഷ്യൻ വരുമ്പോ അവൻ ഇത്തിരി നീ അത് തിന്ന് തീർക്കണം. നീ അതൊന്നും നോക്കണ്ട. നീ അതിന്റെ പേരൊന്നും നോക്കണ്ട. എന്താണ് ഇത്ര സ്നേഹത്തോടു കൂടി അവനത് കൊടുക്കണം? മധുരം കൊടുത്തിട്ട് പിന്നെ പെരുന്നാളിന് ആടിനെ അറക്കുന്നതിന് മുമ്പ് അതിന് വെള്ളം കൊടുക്കൂടെ? നീ ആ ചെറുക്കന് കൊടുക്കാത്തന്തോടെ? നീ ഒറ്റയ്ക്ക് നിന്നെ മര്യാദയോടാ നീ കഴിക്കടാ. ഇതാണ് കേസ് ക്യാമറമാൻ. അമ്മ വിചാരിക്കും ഇതുകൊണ്ട് തീർന്നു. എടാ ഇന്നലെ ഞാൻ പുതിയ ഫോൺ വാങ്ങിച്ചോണ്ടപ്പോ അത് ഓൾമോസ്റ്റ് താഴെ തള്ളിയിട്ട് പൊട്ടിച്ച്. അൺബോക്സ് ചെയ്ത് പൊട്ടിച്ച്. 15 അല്ല അത് 40. സുരേഷിലടാ ഇതെന്താ പായസോ? ഇവൻ വിചാരിക്കും ഇവിടം കൊണ്ട് തീർന്നു. അങ്ങനല്ലേ മധുരം കൊടുത്ത് നീ ഇത് കൂടി. ഇതെന്തിനാ ഇത്? ഒരു മഗ്ഗുണ്ടല്ലോ ഇത്. കൂടി സാധനം അങ്ങനുണ്ട്. ടേസ്റ്റ് ഉണ്ട്. ഫുള്ള് കുടിക്കണം. ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ടേസ്റ്റ് ഉണ്ട്? ഇത് കൊള്ളാവുന്നാണോ? നല്ല 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 ഫുള്ള് കുടിക്കണം. ഇല്ല ഞാൻ ചോദിച്ചത് നിനക്ക് ഇത് കൊള്ളാവുന്നാണോ ഇല്ലെന്ന്. നീ ജോളോ ചിപ്സ് ഒക്കെ തിന്നുന്നോന്നല്ലേടാ? ജോളോ ചിപ്പ് തിന്നാൻ മാത്രമല്ല സാമാന്യത്തിൽ പിടിച്ചിട്ടേ ചെയ്യും. ഞാനങ്ങനെ ചെയ്യൂല. ആ പരിപാടിയിൽ നിർത്തി ഞാൻ. എന്താണ് നിർത്തിയത്? നീ പോയി സ്റ്റേഷനിൽ കിടക്കാൻ കഴിയില്ല. സ്റ്റേഷനിൽ നിന്നെ എന്തിനാണ് നിന്റെ സാധനത്തിനകത്ത് ജോളോ ചിപ്സ് കൊണ്ടിരുന്നതിനകത്ത് നിന്നെ എന്തിനാണ് സ്റ്റേഷൻ? അതുകൂടി കാരണമായിരിക്കാം. അല്ല ഞാൻ ചോദിക്കും ശരിക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ മര്യാദക്കാരൻ. ഞാൻ മര്യാദയില്ല സംസാരിക്കല എല്ലാവരോടും. അതുകൊണ്ട് അല്ല എന്ത് മര്യാദ എന്നുള്ള ഉദ്ദേശിക്കുന്നത്? അല്ല ഞാൻ കുറച്ച് കാലം മുന്നേ ഞാൻ കുറച്ച് തെറിച്ച് നടക്കണായിരുന്നു. ഇപ്പൊ ഞാൻ നല്ല സമാധാനത്തിൽ എല്ലാവരോടും സംസാരിക്കും. ഇല്ല ഞാൻ ചോദിച്ചത് ഇല്ല പിന്നെ നീ എന്തിന് പിന്നെ നിന്റെ മര്യാദ എന്താണ്? എന്റെ മര്യാദയാ. ഇപ്പൊ ഞാൻ മര്യാദക്കല്ല നിങ്ങളോട് സംസാരിക്കുന്നത്. ഇല്ല നീ ഭയങ്കര ഫേക്ക് ആയിട്ടാണ് തോന്നുന്നത്. ഇങ്ങനെയാ ഞാൻ 24 hours ലൈവ് ചെയ്യുന്നതാ. എനിക്ക് അങ്ങനെ ഫേക്ക് ആയിട്ട് സംസാരിക്കാൻ പറ്റുക? ഞാൻ ഇപ്പൊ സംസാരിക്കുന്നതാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാവില്ലേ ആൾക്കാർക്ക്? പിന്നെ ഞാൻ പറയട്ടെ, നിങ്ങളിപ്പോ ക്യാമറന് മുന്നിൽ 5 മിനിറ്റ് ഒരു ക്യാരക്ടർ എടുത്ത് പിന്നെ അത് മാറ്റേണ്ടി വരുന്നില്ലേ? ഞാനെന്ന് പറഞ്ഞാൽ 24 hour ഇതിന്റെ മുന്നിലാ. മനസ്സിലായോ? അപ്പൊ എനിക്ക് ഫേക്ക് ആയിട്ട് നിൽക്കാൻ പറ്റൂല. എനിക്ക് ക്യാരക്ടർ മാറ്റാൻ പറ്റൂല. എന്നിട്ട് നീ പറഞ്ഞു ഇപ്പൊ ഞാൻ ഭയങ്കര മര്യാദക്കാരനാണ്. പണ്ട് മാസങ്ങൾക്ക് മുന്നേ ഞാൻ കൊറേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാറി. ഞാൻ നന്നായിരുന്നു ഞാൻ പറഞ്ഞു. മനസ്സിലായോ? ഞാൻ സമാധാനത്തിൽ സംസാരിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞ അതല്ലേ നീ ആ പഴയ നീയല്ലേ നീ? എത്ര കാലം എടുക്കും ഒരാൾ ഇവോൾവാൻ?
ഞാൻ പറയട്ടെ, എന്റെ ഒരു ഇതിൽ ഞാൻ പറയട്ടെ, ഒരു സ്നാപ്പ് ഓഫ് ദ സെക്കൻഡ് മതി ഒരാൾക്ക് ഇവോൾവ് ആകാൻ. ഇല്ലടാ, പോലീസുകാർ വീട്ടിൽ കയറുമ്പോഴാണ് നീ ഇവോൾവ് ആയി. ഓക്കെ ഓക്കെ, തല്ല് കിട്ടിയപ്പോ നന്നായി. എനക്ക് ചിലപ്പോ അതായിരിക്കും അടി കൊണ്ടപ്പോ അടിച്ച അല്ല, അതിവിടെ പറയാൻ പറ്റില്ല. അതെന്താ പറയാൻ പറ്റാത്ത? നിന്നെ പോലീസുകാർ അടിച്ചടാ? ഞാൻ പറയാൻ പറ്റില്ല. അടിച്ചെങ്കിൽ നീ എന്താ ലീഗലി മൂവ് ചെയ്യാൻ? ഞാൻ അന്ന് നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഞാൻ അണ്ണ പറഞ്ഞിട്ട് ഞാനായിരുന്നു വിളിച്ചത്. പക്ഷെ അന്ന് കിട്ടുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു. എനിക്ക് ആകെ സീക്രട്ടിന്റെ കോണ്ടാക്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഞാനും ഷിയാസ് കരീമും സീക്രട്ട് എല്ലാരും ഒന്നിച്ചിട്ടുണ്ടായി. അന്ന് സാബുക്കാനെ ഷിയാസ് കരീം വിളിച്ച് ചോദിച്ചല്ലേ? ഇല്ല, തന്നോട് പറഞ്ഞേ, നമ്മളോട് സംസാരിച്ചു. നീ പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞ എനിക്ക് ഇവനെ കണ്ടപ്പോഴേടാ, ഞാൻ ആ പേര് ഒന്നുകൂടെ കൺഫേം ചെയ്യാറ്. ഞാൻ ഇടയ്ക്കൊരു ഇന്റർവ്യൂവിനകത്ത് ഒരു പിന്നെ സാധനം പറഞ്ഞപ്പോഴത്തേക്ക് സിനിമയുടെ പേരും പ്രൊഡ്യൂസറിന്റെ പേര് സ്റ്റാൻലി കുബ്രിക്കിന്റെ ക്ലോക്ക് വർക്ക് ഓറഞ്ച് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. മലയാളം ആടാ? സ്റ്റാൻലി കുബ്രിക്ക് മലയാളം ഉണ്ടടാ. ലിജോ ജോസ് പള്ളിശ്ശേരിയുടെ ഒക്കെ ഫ്രണ്ടായിട്ട്. ലിജോ ജോസ് കിട്ടില്ലല്ലേ? ജോസിന്റെ എല്ലാ പാട്ടും അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം കാര്യം പറയാനോ. അത് കൊറേ ആളെ ടേസ്റ്റിന് പിടിക്കൂല. സ്റ്റാൻലി കുബ്രിക്കിന്റെ ക്ലോക്ക് വർക്ക് ഓറഞ്ച് എന്ന് പറഞ്ഞ പടമുണ്ട്. അതില് ഇവനെ പോലെ നടക്കുന്ന കുറച്ചെണ്ണം ഉണ്ട്. എന്നിട്ട് എന്നെ പോലെ നിന്നെ പോലെ തന്നെ, നിന്റെ പഴയ നിന്നെ പോലെ, അതായത് നിനക്ക് വായി തോന്നി പറയുന്ന അതായത് സൊസൈറ്റിയില് ഉള്ള സോഷ്യൽ കണ്ടീഷനിങ് എന്ന് പറയും. അതിന് വേണ്ടി പ്ലാൻ ചെയ്യും. എന്നിട്ട് അങ്ങനെ കണ്ടീഷനിങ് നടത്തി ഇവരെ നല്ലവരാക്കി പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ഗവൺമെന്റ്. ഗവൺമെന്റ്. മനസ്സിലായ? അപ്പൊ നിന്റെ സാധനം കണ്ടപ്പോ എനിക്ക് സ്റ്റാൻലി കുബ്രിക്കിന്റെ ക്ലോക്ക് വർക്ക് ഓറഞ്ച് ആണ് എനിക്ക് ഓർമ്മ വന്നത്. നീ ഇപ്പൊ വന്നിട്ട് ഞാൻ നല്ലവനായി അണ്ണാന്ന് പറഞ്ഞു. എടാ പോയി വേറെ ജോലി നോക്കടാ. നീ എന്തായിരുന്നു? നീ അങ്ങനെ തന്നെ നോക്കുക. ഇല്ല, അങ്ങനെ ജയിലിലാകുമ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജോർജ് കാർലിൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഉണ്ട്, മരിച്ചുപോയി. ജോർജ് കാർലിൻ എനിക്കറിയാം. സ്റ്റാൻഡപ്പ് കോമഡി ജോർജ് കാർലിൻ പ്രായമൊക്കെ മരിച്ചുപോയി. ജോർജ് കാർലിൻ ജയിലിൽ പോയിട്ടുണ്ട്. അതായത് പിന്നെ ജോർജ് കാർലിൻ ചില വാക്കുകൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് അമേരിക്കൻ സൊസൈറ്റിയുടെ സംസ്കാരത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട്, റിലീജിയന്റെ അല്ലടാ, അയാൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, അതായത് സക്ക് ഫക്ക് ടിറ്റ്സ്, അങ്ങനെ കുറെ പിന്നെ ഇംഗ്ലീഷ് വേർഡ്സ്. അപ്പൊ അത് അമേരിക്കൻ പ്രായമുള്ള, പക്ഷെ അയാളുടെ പഴയതുകൊണ്ട് നീ അത് 70കളോട്ടുള്ള വീഡിയോകൾ കാണണം. മനസ്സിലായി? അപ്പം പിന്നെ അത് 7 വേർഡ്സ് ആണോ 9 വേർഡ്സ് ആണെന്ന് തോന്നുന്നു. ഞാൻ ഗൂഗിൾ ചെയ്യട്ടെ. കാര്യം എന്താണെന്നറിയാമോ, ആളുകള് പിന്നെ തെറ്റ് പറഞ്ഞെന്ന് പറയാം. ജോർജ് കാർലിൻസ് എല്ലാ വേർഡ്സും പച്ചക്കന്നെ യൂസ് ചെയ്യണമെന്ന് അയാൾ പറയുന്നതല്ലേ? ഇങ്ങനെ നമ്മള് മെനക്ക് ആക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് തന്നെയല്ലേ? ഓക്കെ, 730 വേർഡ്സ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, the words shit, piss, fuck, cunt, cocksucker, motherfucker, tits. അതായത് പിന്നെ അമേരിക്കയിലെ അവന്മാര് പിന്നെ കേസ് കൊടുത്തത് ഇതിനാണ്. അത് ഫെഡറൽ കമ്മ്യൂണിക്കേഷൻ കമ്മീഷൻ വേഴ്സസ് പസഫിക്ക ഫൗണ്ടേഷൻ. ഓക്കെ, അവന്മാര് തമ്മിലായിരുന്നു കേസ്. അതായത് തീട്ടം, മൂത്രം, ഊക്കല്, കണ്ടെന്ന് പറയുന്നത് സ്ലാങ് ഓഫ് ഇതാണ്. കോക്സക്കർ അതായത് പിന്നെ ദ വൺ ഹൂ അല്ല കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു തരാടാ. ഞാൻ ഇംഗ്ലീഷ് വൾഗർ വേർഡ് ഫോർ ദ വൾവ ഓർ വജൈന, അതാണ് കണ്ട്. ഓക്കെ, ഡീസന്റ് ആയിട്ട് ഇംഗ്ലീഷിലുള്ള സാധനമുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഇയാളുടെ പേരില് കൊണ്ട് കേസ് കൊടുത്തു.
കേസ് കൊടുത്തിട്ട് അവസാനം അയാൾ സുപ്രീം കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിച്ചു. എന്നിട്ട് ആ സമയത്ത് അയാൾ ജയിലിൽ പോയായിരുന്നു, മനസ്സിലായോ? അപ്പം പിന്നെ ഈ നമ്മുടെ വായിന്ന് വരുന്ന വാക്കുകള് നീ ആരെയും ചെന്ന് വിളിച്ചല്ലോ, മനസ്സിലായോ? അപ്പൊ ഞാനിപ്പോ പ്ലാൻ കേരള അല്ലട, ഇത് ഇന്ത്യയാണ്. മനസ്സിലായോ? അപ്പൊ നീ ആക്ച്വലി നിനക്കിത് പറയണമെന്നുണ്ടെങ്കിൽ നീ പറയുന്നേ, അല്ല നീ എന്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ നന്നായി എണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ മുമ്പിൽ വന്നെന്ന് പറയരുത്. ഇയാളെന്നെ ജയിലിൽ കയറ്റാവട്ടെ, അയാളെന്നെ ജയിലിൽ കയറ്റാണ് പരിപാടിയാ. അല്ല എന്റെ ശരീരം നോക്കണ്ട, ഇത് ഭയങ്കര ബോൺ പവറാണ്. സവണ് പേടിച്ചാണ് പെട്ടെന്ന് തിരിഞ്ഞേക്കുന്നത്. സവണ് പേടിച്ചേ, സാബുവിന്റെ വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇവോൾവ് ആയതിന് പറ്റൂല എന്ന് പറയുന്നത്. ചങ്ങായി കുറെ കാലം മുന്നേ എങ്ങനെ ഉണ്ടായ, നിങ്ങൾ ഇവോൾവ് ആയില്ലേ മുന്നേ ബിഗ് ബോസ് സീസൺ 1 സാബുക്ക് എങ്ങനെയാ? അതുപോലെ ഇപ്പോഴും നീ ഈ ലൈവ് വെക്കണമെങ്കിൽ ഇതുപോലെ ഒരെണ്ണം കൊണ്ട് അണ്ണന്റെ പുറകെ കൊണ്ട് നടക്കുകയാണെങ്കിൽ, എങ്ങനെ നീ ഇപ്പൊ ലൈവ് വെക്കോണ്ടിരിക്കണല്ലേ, ഇതുപോലെ ഒരു ലൈവ് അണ്ണന്റെ പുറകെ വെച്ച് പിടിക്കുകയാണെങ്കിൽ എന്തൊക്കെ കിട്ടുമെന്ന് പൊന്നടാവേ. പാവം പോലെ നിക്കണം എന്നാണ് ഇങ്ങനെ. നിങ്ങൾ ബോക്സിംഗ് അറിയോ? ഞാൻ ബോക്സറാണ്, ഞാൻ ബോക്സ് ചെയ്യും. ബോക്സിങ്ങിനടാ ഋതവും താളവും ഒക്കെ ഉണ്ട്. നാളെ നിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കോരവള്ളി ഒത്തുപൊട്ടിക്കൽ പരിപാടിയുണ്ട്, മനസ്സിലായോ? എന്റെ മുമ്പിൽ ഒന്നും മേലാൽ ഈ ഫൈറ്റ് എന്ന് പറയരുത്. നിന്റെ താഴെ പറഞ്ഞു വിളിച്ചോണ്ട് കൂടെ പറയാൻ അണ്ണൻ പറഞ്ഞു, അവനൊരു ആഗ്രഹം പറഞ്ഞപ്പോഴത്തേക്ക് എന്നാ കുഴപ്പമില്ല. എന്നിട്ടാണ് നീ എന്റെ മുമ്പിൽ വന്നിട്ട് വീക്കെൻഡ് ഫൈറ്റ് എന്ന് എന്റെ കാട്ടുമാൻ എടുത്ത് ഇവന്റെ വെള്ള പുതച്ച് ഇവിടെ നിന്ന് കൊണ്ടുകൊണ്ടിരുന്നു. കാട്ടുമാൻ എന്റെ ടീഷർട്ടാടാ. ഉണ്ടല്ലേ എടാ ഇത് ഊരിക്കൂടെ വേറെ ഉടുപ്പ് ഊരിക്കൂട് ഇടണത് ഇപ്പൊ ഒറ്റയടി നോക്കൗട്ടാണ്. ഈ കൈയാണ് ടീഷർട്ട് ഇട്ടിട്ട് ഓടിയണ്ട. ഇല്ലടാ, ഇല്ല, ഒരു സ്നേഹം ഇതെല്ലാം നമ്മള് പറയാൻ കണ്ടു. ഇതെല്ലാം നമ്മള് പറയാൻ ജോളോ ചിപ്സ് ആണ്. ഒരു കാര്യം ഞാൻ പറയാം, ഇതെല്ലാം പറയാൻ കണ്ടതാവുക. ഇതൊക്കെ നമ്മള് പറയാൻ കണ്ടതാവുക. മറ്റേ ഹോസ്പിറ്റലാണ്, പവർ വരാം മറ്റേ ഹോസ്പിറ്റലിൽ എനിക്ക് പവർ കുറവാണ്. ഇതെങ്ങനെ സംഭവിച്ചു? 3 ദിവസം ഉണ്ട്. നീ ടീഷർട്ട് ഇടറാ, ടീഷർട്ട് പവർ വരും. എല്ലാ കാര്യമുണ്ട്. എന്ത് കയ്യാ നിങ്ങളെ? ഒന്നുമില്ലടാ, ഞാൻ ഒന്നും ചെയ്തില്ലടാ. നിന്റെ അത്ര മസിലൊന്നും ഇല്ല എനിക്ക്. എന്റെ ബോഡി പിടിച്ചു നോക്കിയുടെ. പാവം ബോഡിയാണ്. ഇവിടെ ഒരു വലിയ ബോഡി പോലെയല്ലേ ഇരിക്കുന്നത്. നോക്കിയപ്പോ അതൊക്കെ സെറ്റാണ്, ഓവർ സൈസ്ഡ് ആണ്. സെറ്റാണ്. അത് ഓക്കെ. India is on the moon. We have our national. ജോളോ ചിപ്സ് എടുക്കണം എല്ലാത്തിനെയും കാണുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കാണാത്ത പോയടാ, അത് അവന്റെ ഉടുപ്പാണ്, എന്റെ ഉടുപ്പാണ്. വർഷങ്ങൾക്ക് മുമ്പ് കാണാതെ പോയ എന്റെ ഉടുപ്പ്.
എടാ എന്തുവാടാ തൊപ്പി അലമ്പ് ഉള്ള നല്ല രസമുണ്ട് എനിക്ക് ഇഷ്ടമാണ് അണ്ണാ ഇവനോട് റൂം എടുത്ത് കൊടുക്കട്ടെ അണ്ണാ ഇല്ല കാരണം ഇവനെ മറ്റേ തൊപ്പിയെന്നും പറഞ്ഞ് ഒരുത്തനെ കൊണ്ട് ഇവിടെ വന്നിട്ട് എന്നെ കിടന്ന് ഭയങ്കര വെല്ലുവിളി. ഫോണില് ചീത്ത വിളിക്കുന്നു. അവൻ നന്നായി അവൻ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അവൻ മറ്റേ ക്ലോക്ക് വർക്ക് ഓറഞ്ചിലെ പോലെ അവനെ പോലീസുകാരുണ്ട് ഇടിച്ച് നന്നാക്കി പാവം. പിന്നെ പാവം സ്നേഹ ചേച്ചി എന്നെ പാവം അങ്ങനെ എന്നെ പോലീസ് അടിക്കാൻ പാടില്ല. നിന്നെ എന്തിനു പോലീസ് അടിക്കണം? നിന്നെ എന്തിനു നന്നാക്കണം? നീ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്യാത്തിടത്തോളം നീ നിന്നെ എന്തിന് പിന്നെ പ്രോസിക്യൂട്ട് ചെയ്യണം? എന്തിനാണ് നിന്റെ കമന്റ് നോക്കട്ടെ? എന്തിന്റെ നെറ്റെല്ലാം പോയി തോന്നുന്നു. വൈഫൈ ആ ഈ സംഭവം ഇപ്പൊ ലൈവ് ഒക്കെ പെണ്ണ് കുളിക്കുന്ന സാധനമാടാ ലൈവ്. പരസ്യം ആണ്ടാ ഇത് നല്ലപോലെ എന്ത് വേനാ? ഒരു വേനയും ഇല്ല. അല്ല കഴിഞ്ഞ് അമ്മ ഇന്ന് ഇന്നലെ ഈ സെയിലിൽ വന്നാലും കൊടുത്തിട്ട് അവിടെ എത്തി. ഔക്കാ കൊറേ കൊണ്ടും കൊടുത്തിട്ട് അവിടെ എത്തി. ആർക്കൊക്കെ കൊടുത്തടാ? നീ ഒന്ന് റിവീൽ ചെയ്യണം. ഇപ്പൊ കേസാവൂലേ? അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ഉമ്മയും പിന്നെ ഒരു ഇടിയും പോയോ? ഇല്ല ഇല്ല, എനിക്കൊരു ഉമ്മ പെർമിഷൻ വേണം. എനിക്കൊരു ഉമ്മ എനിക്ക് സാവുകാരൊരു ഉമ്മ വെക്കണം. നിന്റെ സ്ഥലം എവിടെ? ഞാൻ കണ്ണൂര്. എന്താ ചോദിച്ചു? അല്ല അണം ചോദിച്ചെന്നേ ഉള്ളൂ. കാരണം ബോഡി കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് ഇതെടുക്കുന്നു. കാരണം അടുത്താണെന്നുണ്ടെങ്കിൽ ചെറിയ ഇതിൽ കൊണ്ടുപോകും. കണ്ണൂരൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ മൊബൈൽ മോർച്ചറി വിളിക്കണം, ഫ്രീസർ. അതല്ല ബോഡി വീട്ടിൽ കൊണ്ടുപോകണ്ടേ? വേണ്ട, അറിയണ്ട ആരും. നീ ബാൽക്കണി പോയടാ, നല്ല രസമുള്ള സ്ഥലം. അവന് കാണിച്ചു കൊടുത്തു ബാൽക്കണി. അതൊന്ന് ഞാൻ ജീവനോട് പോവും. അങ്ങനത്തെ ഒരു പണിയിലേക്കാണ് ഞാൻ കയറി വരുന്ന എനിക്ക് അറിയില്ലായിരുന്നു. നിന്റെ ആഗ്രഹമല്ലായിരുന്നു? ആഗ്രഹം തീർന്ന്. അനക്ക് വീട്ടിൽ പോണോ? അനക്കുമ്മാനെ കാണണോ? ഇറങ്ങാ ബ്രോ നമ്മളോട്ടാ അത്രേ ഉള്ളൂ. അരമണിക്കൂർ ഒരു മണിക്കൂറത്തെ കണ്ടന്റ് അല്ലേ? 80,000 എടുക്കാം. പേയ്മെന്റ് ആണെന്ന് പറഞ്ഞോ? എന്നോടൊന്നും പറഞ്ഞില്ല. മാലയുണ്ട് 3.5 ലക്ഷം രൂപ. എന്നാ എടുത്തോ. നിന്റെ 3.5 ലക്ഷം രൂപയുടെ മാല 70 രൂപയ്ക്ക്. എന്തിനാ ഇതിൽ ഏത് ഡയമണ്ട് വിലയുള്ളത്? ഡയമണ്ട് 2-3 കിലോ ഉണ്ടാവും. 2-3 കാട്ടിലെറിഞ്ഞാ ഹലോ ഡയമണ്ട്. ഹലോ ഒരു മിനിറ്റ് അങ്ങോട്ട്. അവന്റെ ഡയമണ്ട് മാലയും കൊണ്ട് എന്റെ വന്നിട്ടില്ല. ഇങ്ങനെ മനുഷ്യനാണ്. എന്റെ തൊപ്പിയുണ്ട്. ടീഷർട്ടും തൊപ്പിയുണ്ട്. ടീഷർട്ട് മാല എല്ലായിടത്തും എറിഞ്ഞടതായ ശരിക്കും പിരാന്താണ്. സത്യം ഞാൻ പറയുന്നത് അയാൾക്ക് എന്തോ സീനുണ്ട്. അടാ എന്റെ മാല, എന്റെ തൊപ്പി, എന്റെ ടീഷർട്ട് എല്ലായിടത്തും കളഞ്ഞയുടെ താഴേക്ക് ഫ്ലാറ്റിന്റെ 10ാമത്തെ നിലയും താഴെ. ഓ എന്തായാലും നമ്മള് മൊത്തത്തിൽ താഴോട്ട് പോകാത്ത എവിടെയാണോ സുമേ? എനിക്കറിയില്ല. കണ്ടുപിടിക്കണോ? അണ്ണാ പോകാനല്ല. 3.25 ലക്ഷം രൂപന്റെ മാലയാണ്. ടീഷർട്ട് തൊപ്പിയല്ലോ പോയത് പോട്ട്. കണ്ടടാ ഉള്ളിലിറങ്ങി ഇവിടെ വീണു കറക്റ്റായിട്ട് ഇതിന്റെ ഇടയിലാണ്. ഞാൻ കയറി നോക്കാം.
തിളങ്ങൂടാ, ഇരുട്ടത്ത് തിളങ്ങും സാധനം. എറിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല guys. സത്യം പറയാം, എത്ര രൂപ എടാ എന്ത് ചങ്കായാണ് 3000 രൂപയുടെ സാധനം. ഈ ചെടി എല്ലാം കൂടെ വെട്ടി എത്ര രൂപ വേണം? ഈ ചെടി വെട്ടി മതി. ഹലോ, നമ്പർ കിട്ടിയ $12 ലക്ഷം രൂപയുടെ ചെടി. 1.5 ലക്ഷം പോയി. ഇതിന്റെ മുകളിൽ കുടുങ്ങിയിട്ടുണ്ടാവും. എടാ, എനിക്ക് മാലയല്ല, മറ്റേ ഡ്രസ് അവിടെയാണ് പോയത്. ഈ കോണിന്റെ നേരെ ഇവിടെ ഞാൻ കറക്റ്റ് കണ്ടേ, ഇത് ഇവിടെ വീണിട്ടുണ്ട് സാധനം. അതിന്റെ ഇടയിൽ കയറാൻ പറ്റും. നല്ല വെയിറ്റില് താൻ താഴെ എന്താ ഇവൻ തിളങ്ങുമെന്ന് പറഞ്ഞിട്ട് വെട്ടൊന്നും കാണും. ഇവര് ചെയ്തോളല്ലേ, ഇവര് നോക്കിയിട്ട് എടുത്തല്ലേ. ഇഷ്ടപ്പെട്ടെടുത്തേ. I got a gift, brother. I got a gift. അണ്ണാ അണ്ണാ സാബണ്ണ അല്ല സാവുക്ക, ഇതൊന്നാ ഒരാളുടെ സാധനം എടുത്തിട്ട് അങ്ങനെ എറിയലാ? എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടോ? എന്ത് സ്വഭാവം? ഡയമണ്ട് ആണത്. 3.25 ലക്ഷം ഉറുപ്പ്യ കിട്ടാണ് ഞാൻ അവിടുന്ന് പോവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ലോബിയിൽ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഒരു വെളുപ്പിന് ഒരു 5:30 മണി ആകുമ്പം ഞാൻ കൊണ്ടുവന്ന് പൈസ തരാം. കാരണം വിളിച്ചു പറഞ്ഞിട്ട് പൈസ കൊണ്ടുവരണം. 5 മണി ഓക്കെ, 5 o'clock ഓക്കെയാണ്. 3.25 ലക്ഷം ഉറപ്പല്ലേ? പിന്നെ എന്നാൽ നിങ്ങൾ എന്ത് പറഞ്ഞ റിയല്? ഇപ്പൊ ഒരു മിനിറ്റ്, സപ്പോസ് ഇപ്പൊ പൈസ അണ്ണ ഇത് വേറൊരു കോമഡിയാണ്. ഇവൻ ലൈവ് പറഞ്ഞ് ഉള്ള എല്ലായിടത്തും പറഞ്ഞ് 3.25 ലക്ഷം. ഇനി അത് കിട്ടി ആരെങ്കിലും കൊടുക്കുവോ? അത് ചെയ്തതായിരുന്നു. നീ നിനക്ക് ബുദ്ധിയില്ലേടാ? സാവണ്ണ മുക്കിന്ന് തോന്നട്ടാ എന്റെ മാല. ഇത് വേറെ ആരുടെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ട് പറഞ്ഞ കോഡ് ഭാഷ പറഞ്ഞ ഇപ്പൊ പറഞ്ഞ എല്ലാ താഴെ ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ അവരുടെ കയ്യില് നിന്റെ ആൻസസ്ട്രി, കാരണം നിന്നെ എന്തായാലും നാട്ടുകാർ തല്ലിക്കൊല്ലുമല്ലോ. സുരക്ഷിതമല്ലേ? നീ പോയി തപ്പിയറാ. നീ നിന്റെ 3.25 എടുക്കും. 3.25 ലക്ഷം കറക്റ്റ് ആവുന്ന രീതിയിൽ എല്ലാം വേണം. ഇതിനെത്ര പൈസ? അതെല്ലാം കൂടെ എന്റെ കണക്ക് വെച്ചിട്ട് ഒരു 7,000 രൂപ അടുത്ത് വരും. എടുക്കട്ടാ, ബ്രാൻഡ് വാല്യൂ ഉണ്ട്. എടുക്കട്ടാ. വേറെ 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 ചിരിച്ചോണ്ട് നിൽക്കുകയാണ്. അത് ഇന്ത്യയിലുണ്ടെന്നും പറഞ്ഞോണ്ട്. ഇന്ത്യയിലില്ല. നീ കണ്ടില്ലേ? എടാ ശരിക്കും നീ തമാശയായിട്ട് ഞാൻ നിങ്ങളെ എടുത്തു വെച്ചിട്ട് എന്നെ വെറുതെ പറ്റിച്ച് പ്രാങ്ക് ചെയ്തെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ശരിക്കും നിങ്ങൾ എറിഞ്ഞാ? എന്റെ അമ്മ സത്യം, ദൈവത്തിനാണ് സത്യം. അണ്ണ എറിഞ്ഞോ? ശരിക്കും നീ കണ്ടില്ലേ? അപ്പോ ഇല്ല, ഞാൻ വിചാരിച്ച നിങ്ങൾ പ്രോപ്പർ ദൈവത്തിനാണ്. ഇതിന്റെ ഇടയിൽ എവിടെ ഉണ്ട് സാധനം പോയേട്ടാ, സാധനം പോയേട്ടാ. ഈ കോൺ
എടാ സുമേ പോയി പിന്നെ ഞാൻ മൊത്തം നോക്കി അവിടെ അപ്പൊ ഇതിന്റെ ഇടയിലെ വീണ അത് ആ ചെടി പെട്ടത് അതിന്റെ അകത്ത് കയറിയ ഭയങ്കര കുഴി പോലെ കിടക്കണം. ഞാൻ വീണ കണ്ടത് ഇവിടെ വീണ അതിന്റെ നടുക്കില്ല ചെടിയുടെ നടുക്ക്. ഷർട്ട് വേണ്ട ഈ മാവില് കാണും. ഷർട്ടും തൊപ്പിയെല്ലാം പോട്ടെ. അത് ഞാൻ ലിറ്ററലി 3,75,000 രൂപ കൊടുത്ത് വാങ്ങിയതാ. ബില്ലടക്കമുണ്ട്. അത് എന്തിനു പറ്റുള്ളത്? ഡയമണ്ട് ക്രിസ്റ്റല് ക്രിസ്റ്റൽ മെത്താ ക്രിസ്റ്റലാന്ന് പറഞ്ഞ ക്രിസ്റ്റലാണോ ഡയമണ്ട് ആണ്? ക്രിസ്റ്റൽ ആണെങ്കിൽ കുറവാടാ. എല്ലാ ഡയമണ്ടിന്റെ അടുത്ത് തന്നെ ക്രിസ്റ്റലും കൂടിയിട്ടുള്ള ഒരു സാധനം. അപ്പൊ സ്വറോസ്കിയ നമുക്ക് പേരൊന്നും അറിയില്ല. എവിടുന്ന് മേടിച്ചു? ദുബായിന്ന്. ആ അപ്പൊ മറ്റേ സ്വറോസ്കി ക്രിസ്റ്റൽ ആയിരിക്കും, ഡയമണ്ട് അല്ല. ഡയമണ്ട് അത് ഡയമണ്ട് വേറെ ക്രിസ്റ്റൽ വേറെ. ഡയമണ്ട് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു എന്തോ ആയിക്കോട്ടെ, വിലയുള്ള സാധനല്ലേ. ഇനിയിപ്പോ ഞാൻ സ്വറോസ്കി നല്ല വിലയാ. സ്വറോസ്കി ക്രിസ്റ്റലാണ്. കപ്പ് വാ. ഞാനെന്തിനു തപ്പുന്ന? ഞാനല്ലേ എറിഞ്ഞ് സാധനം നിന്റെ അല്ലേ, നീ പോയി തപ്പടാ. അത് ശരി, എന്നെ ഏത് നേരത്തെ ഇങ്ങോട്ട് വരാം? അല്ല ഒരു ഐഡിയ പറയാം. അവിടുത്തെ പറഞ്ഞ ചെടി വെട്ടി മാറ്റാൻ പറയാം. ഇത്ര രൂപ ഇല്ല അല്ല ഇല്ല ഇല്ല ചെടി വെട്ടി മാറ്റാൻ കിട്ടും. മൊത്തം ചെടി വെട്ടാൻ എത്ര പൈസാവും? ഇല്ലല്ല അത് അവന്മാര് ഇല്ല. അവിടുത്തെ പറ, നീ പിന്നെ മാനേജർ മേലടത്തിലും പറഞ്ഞു. ഞാൻ ഒരാളടുത്ത് പറഞ്ഞു, താഴത്തെ നീ സ്റ്റാഫിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ടീം സെറ്റ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാൻ പറ. കിട്ടിയില്ലെങ്കിലോ? ഞാനിവിടുന്ന് ഇറങ്ങിയ സാധനം അവിടെ കാണണമല്ലോടാ. കിട്ടിയില്ലെങ്കിലോ? അവിടെ പിന്നെ ഇതുണ്ട്, CCTV ഉണ്ട്. ഏതെങ്കിലും എടുത്തോണ്ട് കൊണ്ടുവന്നിട്ട് അവന്റെ പടം വെച്ചിട്ട് നമുക്ക് പിടിക്കാം. ഡോണ്ട് വറി. സാധനം ഇപ്പൊ സെർച്ച് ചെയ്ത് കിട്ടിയില്ലല്ലോ. മണ്ണിൽ അവിടെ ഇപ്പൊ മണ്ണ്, ഞാൻ അടുത്തേക്ക് ഇറങ്ങിയപ്പോ ഇല്ലേ എന്റെ ഇടം വരെ മണ്ണ് കയറി. പിന്നെ പൂവേതേ അപ്പൊ സാധനമൊക്കെ സാധനം പോയി എന്ന് വിചാരിക്കാം. അതിനടുത്ത് മഴ പെയ്തെന്ന് വിചാരിക്കാം. സാധനം കിട്ടിയില്ലെന്ന് എന്ത് ചെയ്യും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർക്കിയോളജി പഠിക്കുന്ന പിള്ളേരുണ്ട്, അമ്മമാരെ കൊണ്ടുവന്ന് ഇതെല്ലാം ചെലവാരെടുക്കും. നീ എടുക്കും. ഞാനാ നിങ്ങളെ അറിഞ്ഞത് നിങ്ങളെടുക്കണം. നിന്റെ സാധനം ഞാൻ എന്തിനു കൈ കോടതിന്റെ അടുത്ത് നിങ്ങൾ എന്താ പറയാ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല. കാരണം നീ എന്റെ റൂമിൽ വന്ന് നീ എന്റെ കയ്യിൽ എന്റെ സാധനം, അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന എന്റെ പ്രോപ്പർട്ടിയാണ് ഞാൻ എറിഞ്ഞത്. അടിയാൾക്ക് ശരിക്കും വിരാന്താടാ, ശരിക്കും വിരാന്ത. ഞാൻ പറയാ, ഞാൻ ഇത്രയും ഇതാക്കിയിട്ട് പറയണ ഇങ്ങനെ പറയണെങ്കിൽ ശരിക്കും വിരാന്ത. എനക്കൊന്നും പറയല്ല, ഞാൻ വെറുതെ പറഞ്ഞു. റീമാലല്ല, ഫേക്കാണ്. ഇതെന്ത് മൈൻഡ് സെറ്റാണ്? അപ്പൊ ഇങ്ങക്ക് ഒരു ഇല്ലേ 3.25 ലക്ഷം നടത്തി സംഭവം 120 ഉറുപ്പ്യൊക്കെ ഞാൻ വാങ്ങിയ മാറിയത്. സെയിം എക്സ്പ്രഷൻ, ഒരു മാറ്റവും ഇല്ല. നീ രൂപയ്ക്ക് വാങ്ങിച്ചാല്, നീ 5-6 ലക്ഷം രൂപയ്ക്ക്, നീ 50 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചാല് എന്റെ കൈ കിട്ടി എനിക്ക് എറിയണമെന്ന് ഞാൻ എറിഞ്ഞു. അതിന്റെ ലീഗൽ സാധനം ഞാൻ നോക്കിക്കോളാം. എനിക്ക് ഇങ്ങനെ ജീവിക്കണടാ. എനിക്ക് ലൈഫിൽ വേറെ പ്രശ്നമില്ല, ഇങ്ങനെ ജീവിച്ചാ മതി. ഇതെന്തെന്നാ ആകാൻ സാധ്യതയുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ഡയമണ്ട്സ് ഉണ്ട്. അപ്പൊ ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചു ക്യാരറ്റ് എത്രയെന്ന്. കാരണം ഡയമണ്ടിന്റെ കട്ട്സ് ഉണ്ട്, ക്യാരറ്റ് കട്ട്സ് ഉണ്ട്, മനസ്സിലായി, അതിന്റെ വലിപ്പം അനുസരിച്ചിട്ട്. പിന്നെ ഈ നമ്മള് കുറെ കമ്പനീസ് ഒക്കെ ഇപ്പൊ പറയുമല്ലോ, മറ്റേ ആക്ച്വൽ കട്ടിനകത്ത് പൊടിഞ്ഞു വീഴുന്ന പൊടി എടുത്ത് ഒട്ടിച്ചു വെച്ച് തരുന്നത്. വാച്ചൊന്നും ഞാൻ നടത്തിയില്ല. നോക്കിയപ്പോ പറ്റി കുരുകുരാന്നുള്ള സാധനം ഒട്ടിച്ചു വെച്ചിട്ട് ചിലപ്പോ ഇവനെ പോലുള്ള പറ്റിച്ചു കാണുമായിരിക്കും. അപ്പോഴും എന്നാലും ഒരു 3.25 ലക്ഷം രൂപ 3.25 ലക്ഷം രൂപ കാണുമായിരിക്കും. 3.25 ലക്ഷം രൂപ ആ ഡയമണ്ട് കാട്ടിക്കിടക്കട്ടെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ ശരിക്കും 3.25 ലക്ഷം റുപ്യന്റെ മാല കഴുത്തിലാണ് നടക്കും നിങ്ങൾ വിശ്വസിച്ചാ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഐ ഡോണ്ട് നോ യു. നിന്നെ എനിക്ക് അറിയില്ല. നിന്റെ ആകെ കൂടെ മറ്റേ ജോളോ ചിപ്സിന്റെ ഒരു വീഡിയോയും പിന്നെ നിന്നെ പോലീസ് പിടിച്ചോണ്ട് പോയിട്ട് നീ കാലും ഉണർന്നി പോണ ഒരു വീഡിയോ മാത്രമേ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ. നീ എന്ത് ചെയ്യുന്നു ഒന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് നീ എന്റെ കയ്യിൽ എങ്ങനെ തരികയാണെങ്കിൽ ചിലപ്പോ നിന്റെ കയ്യിൽ പൈസ കാണുമായിരിക്കും, നീ പണക്കാരനായിരിക്കും. മറ്റേ പൊടി വെച്ചിട്ട് ഇവന്മാര് പറ്റിക്കാറുണ്ട് ആളുകളെ. അപ്പം ഇവനെ പോലത്തെ ചെന്ന് വാങ്ങിച്ചോണമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഞാൻ കറക്റ്റ് സ്പോട്ട് നോക്കിയാണ് ഇറങ്ങിയത്. നിന്റെ 120 സാധനം തിരിച്ചു കൊടുറ. ഇവൻ ആദ്യം ലൈവ് നടക്കുന്നുണ്ട്, 24 hour ലൈവ് നടക്കുന്നുണ്ട്, ബ്ലോഗ് എടുക്കുന്നുണ്ട്. സംഭവം വന്നില്ലേ? സാധനം എവിടെ നിന്നിട്ട് തൊട്ടവിടെ കാടിന്റെ സൈഡ് കിടപ്പുണ്ട്. ഞാൻ അവിടെ സ്പോട്ട് കണ്ടാണ്. ഞാൻ മാത്രമല്ല എന്നുള്ളു. ഓടി ചെന്നപ്പോ മറ്റേ ചെങ്കലിന്റെ ഇടയിൽ കൈയപ്പോ കളറോ എടുക്കുന്നു വീഡിയോ കാണിക്കാൻ. അയ്യോ സീരിയസ് ആയിട്ട് എവിടെ എറിയണ വീഡിയോ ഞാൻ കിടക്കുന്നത്
സുമാർ ഓൺ റെസ്ക്യൂ മിഷൻ. മാധവ് കട്ടൊന്നും ചേക്ക് വിട്ട് പോയിട്ടില്ല. കണ്ടടാ അവർ താഴെ പോയി മാല എടുക്കണ വീഡിയോ ഉണ്ട്. എന്റർടൈനിങ് അല്ലേ തൊപ്പിയോടത്തെ ലൈഫ്? വിചാരിച്ചു തൊപ്പിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കൊള്ളാല്ലേ തൊപ്പി. അല്ല ഇത് മൊത്തത്തിൽ ഇപ്പൊ കൊള്ളാം. ഏണ നോക്ക്, കാട്ടുമാൻ ടീഷർട്ട്, ഇതെന്റെ ലൈഫ് സെറ്റപ്പ്. ഞാൻ ഇങ്ങനെ നടക്കോ നമ്മളെല്ലാം പ്ലാറ്റ്ഫോം മാറ്റേണ്ടതുള്ളൂ. അതെ ഞാൻ മാക്സിമം പിടിച്ചെന്ന്. വേണ്ട 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 വേണ്ട. അണ്ണാ ഞാൻ ഇറങ്ങട്ടെ. കുട്ടി എന്റെ റൂമിന്റെ ചാവി. അണ്ണാ ഞാൻ ഇറങ്ങണ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെടാ ബൈ. ജാതി മനുഷ്യനല്ലേ? ഇഷ്ടപ്പെട്ടാ? ഇല്ല. ഞാൻ ഈ ലൈവ് മാരത്തോൺ തുടങ്ങിയിട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേഴ്സൺ അല്ലേ? പൊളിയാണടാ. എന്റെ റൂമിലൂടെ എങ്ങാണ്ടായിരുന്നു. സോഫ. തൊപ്പി ഹാപ്പി ആയോ? ഹാപ്പി. ഓക്കെ ശരി, അപ്പൊ കാണാം. ക്രേസി നൈറ്റ് തന്നെ. ഒരു വഴി കൂടെ പോയി തൊപ്പിയായിരുന്നു. ഞാൻ പറഞ്ഞു ബാ, പിന്നെ നടന്നതെല്ലാം എന്തോ വലിയ കഥകൾ. ഓക്കെ ശരി, പോയിട്ടോ. എന്നാ ഓക്കെ, ടാറ്റ. See you. ലൈവിന്റെ അടുത്തോടെ പോയി. ബൈ ലൈവ്. ഇത് 24/7. ഓക്കെ. സബ്സ്ക്രൈബ് ടു കാർത്തിക് സൂര്യ. എടാ അവിടെ അല്ലടാ, അത് I'm live on Loco 24/7. Let's go baby. എടാ അത് കക്കൂസ് ഇങ്ങോട്ട്. കാർത്തിക ബൈ. ബൈ ബൈ.